എവിടെ ഇരുന്നിട്ടും ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇരുന്നിട്ടും എന്ത് ലെവലില് എത്ര ബില്യൺ ഡോളർ കമ്പനിയും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഐ ബിലീവ് ഇറ്റ്. ബ്രാൻഡ് ക്രെഡിബിലിറ്റി ബോംബ്സ് എന്നൊക്കെ പറയും ഞാൻ. അപ്പോൾ ഓരോ ബോംബ് ഇട്ടിട്ടായിരിക്കണം നമ്മൾ തുടങ്ങുന്നത്. സോ ദേ ട്രസ്റ്റ്. ഈ ക്ലയന്റിന് എന്തെങ്കിലും റിസൾട്ട് കൊടുത്തിട്ട് ക്ലയന്റിന് അപ്രീഷിയേറ്റ് കിട്ടുന്നില്ല, അതിനേക്കാളും വലിയ ഒരു ഡോപ്പമിൻ റഷ് കിട്ടുന്നില്ല വേറെ ഒന്നില്ല എന്നുള്ളത്. വെൽക്കം ടു ദ ഷോ ഹാരിസ്. താങ്ക് യു. സോ ഗ്ലാഡ് ടു ഹാവ് യു ഹിയർ. സെയിം. എത്ര കൊല്ലായി നമ്മൾ ഒരുമിച്ച് വർക്ക് തുടങ്ങിയിട്ട്? നമ്മൾ 3.5 വർഷം. 3.5 years. 3 വർഷം. 3 വർഷമായി. ഇറ്റ് വെൻ ലൈക്ക് ദിസ് റൈറ്റ്? പെട്ടെന്ന്. ഹാരിസിനെ പിന്നെ ഞാൻ കണ്ടുപിടിച്ചത്, ഞാൻ കുറെ കാലമായിട്ട് ജെയ്സണിനെ ഫോളോ ചെയ്യുന്നു ലിങ്ക്ഡിനില്. അപ്പം ലിങ്ക്ഡിനിൽ ഏതോ ഒരു കണക്ഷൻ, ആരാ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ ഓർമ്മല്ല, താങ്ക് യു, ഏതോ ഒരു കണക്ഷൻ പറഞ്ഞു ഇ കൊമേഴ്സ് ആണെങ്കിൽ ജെയ്സണിനെയാണ് നോക്കേണ്ടത്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ആണെങ്കിൽ ഹാരിസിനെയാണ് നോക്കേണ്ടത്, പിന്നെ വേറെ 2-3 പേരെ പേരുണ്ട്. അങ്ങനെയാണ് ഹാരിസിൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് എത്തുന്നത് ത്രൂ ലിങ്ക്ഡിൻ. ഓക്കെ, ഹാരിസ് ഇസ് ഇൻ ഓപ്പറേറ്റിംഗ് ഫ്രം കാസർഗോഡ് ഇൻ എ റിമോട്ട് പ്ലേസ് ഫ്രം കാസർഗോഡ്. എവിടെ ഹാരിസിന്റെ എക്സാക്ട് സ്ഥലം? ഉദുമ പടിഞ്ഞാറ്. അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയം ഇത് നമുക്കറിയില്ല. ലിങ്ക്ഡിനിൽ കാണുമ്പോൾ ഹാരിസ് ഇസ് അടിപൊളി ഇൻസ്റ്റാഗ്രാം മാർക്കറ്റർ. ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. കാരണം എവിടെ ഇരുന്നിട്ടും ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇരുന്നിട്ടും എന്ത് ലെവലില് എത്ര ബില്യൺ ഡോളർ കമ്പനിയും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഐ ബിലീവ് ഇറ്റ് ആൻഡ് ഐ നോ ഇറ്റ്. പീപ്പിൾ ഹാവ് ഡൺ ഇറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഹാരിസിന്റെ അടുത്ത് എത്തിയത്. എനിവേസ്, അപ്പം ടുഡേ അവർ കോൺവെർസേഷൻ വിൽ റിവോൾവ് അറൌണ്ട് ഇ കൊമേഴ്സ്, പെർഫോമൻസ് മാർക്കറ്റിംഗ്, SEO, ഫൗണ്ടർ ബ്രാൻഡിങ്, കണ്ടന്റ് മാർക്കറ്റിംഗ് ഇൻ എ ജനറൽ. ഓക്കെ, കാരണം ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമല്ല. ഐ ലെറ്റ് യു സേ, okay, tell me about how you came into e-commerce and how you are helping your clients at the moment. Okay, so how I came into e-commerce, you have got a big part of it. I mean, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് എപ്പോഴും അറിയില്ലായിരുന്നു നമ്മൾ വെബ്സൈറ്റിലൂടെ ഒരാൾ പ്രൊഡക്റ്റ് വാങ്ങാറുണ്ട്. അതായത് വെബ്സൈറ്റിലൂടെ സെയിൽസ് 3.5 വർഷം മുമ്പ് വരെ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട് എന്നുള്ളത്. സ്വന്തം വെബ്സൈറ്റിൽ ഐന്യൂ. സോ സ്വന്തം വെബ്സൈറ്റിലൂടെ ഒരാൾ ഇങ്ങനെ വാങ്ങാറുണ്ട് എന്നുള്ള പ്രോസസ് ഐ നെവർ ന്യൂ. അപ്പം എനിക്ക് അന്നുണ്ടായ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ക്ലയന്റ് നമുക്ക് സോഷ്യൽ മീഡിയക്ക് വന്നു. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എന്നോട് പറയാണ് വി നീഡ് ടു ഗെറ്റ് സം മണി ഫ്രം സ്നാപ്ഡീലൊക്കെ അന്ന് കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ സ്നാപ്ഡീലിൽ ഞാൻ അതിനു വേണ്ടി ഒരു ഇ കൊമേഴ്സിൻ്റെ ഒരാളെ ഹയർ ചെയ്തു, മാർക്കറ്റ് പ്ലേസിൻ്റെ ആൾ. എന്നിട്ട് സ്നാപ്ഡീലിൽ കുറച്ച് റവന്യൂ കൊണ്ടുവന്നു. പെട്ടെന്ന് എന്നോട് ഒരു ദിവസം പറയാണ് അടുത്ത മാസം ആകുമ്പോൾ 2.5 lakh ഈ വെബ്സൈറ്റ് ഒന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ലേ, യുവർ ജോബ് ഇസ് ഡൺ. സ്നാപ്ഡീലിനുണ്ടായിരുന്നോ? വെബ്സൈറ്റ് ഒന്നും സ്വന്തം വെബ്സൈറ്റ് ഒന്ന് കൊണ്ടുവരണം, ഇത് പറ്റുന്നില്ലെങ്കിൽ we are going to wind up this. So അന്ന് ബ്ലൂ ടൈഗർ ആയിരുന്നു നമ്മുടെ ക്ലയന്റ്. അപ്പം അന്ന് എനിക്ക് 2ാമത്തെ ക്ലയന്റ് ആയിരുന്നു ബ്ലൂ ടൈഗർ. സോ ബ്ലൂ ടൈഗർ കംസ് ഫ്രം VKC, റൈറ്റ്? അപ്പം ഈ നമ്മൾ ഒന്നുമില്ലാത്ത സമയത്ത് നമുക്ക് എവിടെ നിന്നൊക്കെ ഐ ബിലീവ് ബ്രാൻഡ് കടം എടുക്കാൻ പറ്റും, അവിടെ നിന്നൊക്കെ കടം എടുക്കണം എന്നുള്ളതാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പം ഈ ബ്രാൻഡ് കടം എടുക്കാൻ ഞാൻ അന്ന് പിച്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, VKCന്റെ അപ്പാരൽ ബ്രാൻഡായ ബ്ലൂ ടൈഗർ ഞങ്ങളാണ് കൺസൾട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ബോംബിടും. അപ്പൊ പിന്നെ ബ്രാൻഡ് ക്രെഡിബിലിറ്റി ബോംബ്സ് എന്നൊക്കെ പറയും ഞാൻ. അപ്പൊ ഓരോ ബോംബ് ഇട്ടിട്ടായിരിക്കണം നമ്മൾ തുടങ്ങുന്നത്. സോ ദേ ട്രസ്റ്റ് us. അപ്പം ബ്ലൂ ടൈഗർ എനിക്ക് വന്നത് എന്നെ ഫോളോ ചെയ്യുന്ന വേറൊരാളുണ്ട്, അവര് നന്നായിട്ട് എന്റെ ആക്ടിവിറ്റി ഒക്കെ കണ്ടിട്ട് പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെയാണ് ബ്ലൂ ടൈഗർ കമ്മിങ്. കറക്റ്റ്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഐ കനോട്ട് ലൂസ് ദിസ് ക്ലൈന്റ് ഫോർ എനി മാറ്റർ. അതായത് എനിക്ക് ഈ ക്ലൈന്റ് വെച്ചിട്ടാണ് എൻ്റെ ഹോൾ എംപയർ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പം എനിക്കറിയൂല ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഐ ഡു നോട്ട് ഹാവ് എനി ഐഡിയ. സോ ഐ തിങ്ക് ആ സമയത്ത് ദേ യൂസ് ടു പേ മീ അറൌണ്ട് 27,400 rupees മന്ത്ലി. അപ്പം ആ സമയത്ത് എനിക്ക് ഇതെങ്ങനെയെങ്കിലും ഐ ഹാവ് ടു ബ്രിങ് ദം റിസൾട്ട്. ഞാൻ ഒരുപാട് കൺസൾട്ടൻസിനെ കോണ്ടാക്ട് ചെയ്തു.
അവര് തരുന്നതിനേക്കാൾ ഡബിൾ അങ്ങോട്ടേക്ക് ഓഫർ ചെയ്തിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു. ബിക്കോസ് ഫോർ മീ ആ സമയത്ത് മണി അല്ലായിരുന്നു, പോർട്ട്ഫോളിയോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഐ ബിലീവ് റൈറ്റ് നൗ ഓൾസോ. സോ ഒരുപാട് ആൾക്കാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, സംഭവം ഒന്നും വർക്ക് ആയിട്ടില്ല. അങ്ങനെ I think I've got 20th ആയി 10 more days. So I still remember this thing. Okay. എന്റെ മാർക്കറ്റ് പ്ലേസ് ഹെഡ് പറഞ്ഞു, ഹാരിസ്, ഐ തിങ്ക് വി ഹാവ് ടു ഗിവ് അപ്പ്, വി ആർ നോട്ട് ഏബിൾ ടു ഡു ദിസ്, വി ആർ ലൂസിങ് ദിസ് ക്ലൈന്റ്. അപ്പൊ ഞാൻ ഐ വാസ് ടൈപ്പിംഗ് ടു ഹർ ദാറ്റ്, നോ നമിത, വി നോട്ട് ഗോണ ഡു ദിസ്. നമ്മള് 31st വരെ ഉണ്ടെങ്കിൽ 31st വരെ വിൽ ട്രൈ. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡു ദിസ്, ഇറ്റ്സ് ഓക്കെ. കാരണം ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അടിപൊളിയാക്കാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് വി ആർ ഓൾസോ ലേണിംഗ്. ഡെഫിനറ്റ്ലി എവറി പോയിന്റ് ഓഫ് ടൈം ഇറ്റ് ഈസ് ലേണിംഗ്, എപ്പോഴും ലേണിംഗ് ആണ്. അപ്പം പക്ഷെ ട്രൈ ചെയ്യാണ്ട് നമ്മൾ അത് ഇതാക്കി എന്നുള്ളത് എനിക്ക് വേണ്ട. ഐ ഡു നോട്ട് വോണ്ട് സംതിങ്. പിന്നെ ട്രൈ ചെയ്യാൻ ഒരു ക്ലയന്റ് നമുക്ക് പൈസ തരല്ലേ, പൈസ തരാൻ. അതാണ്. സോ വി ഷുഡ് ആക്ച്വലി മേക്ക് യൂസ് ഓഫ് ഇറ്റ്, അറ്റ്ലീസ്റ്റ് വി ലേൺ ഫ്രം ഇറ്റ്. അപ്പം ഞാൻ അന്ന് നമ്മൾ കുറച്ചിങ്ങനെ ആഡൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായി, റിസൾട്ടും ഉണ്ടായി. പക്ഷെ പ്രശ്നം ഉണ്ടായ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളിത് ഫസ്റ്റ് ടൈം ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ 200-300 rupees ആണ് നമ്മൾ ചെയ്യുക ആഡ് സ്പെൻഡ്. അതിന്റെ അപ്പുറത്ത് നമുക്ക് പെർ ഡേ നമുക്ക് നമ്മളെ കൺവിൻസ് ചെയ്യണോ ഒരു 1000 രൂപ 2000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. ഈ വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് റിസൾട്ട് ഇല്ല എന്നുള്ളത്. അപ്പൊ ആ സമയത്താണ് കാരൻ ക്യൂറിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കാരൻ ക്യൂർ ഇ കൊമേഴ്സിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയാം. അപ്പൊ ആ സമയത്താണ് ഞാൻ ചിന്തിച്ചത്, എനിക്ക് പിന്നെ ഒരാളും ക്ലയന്റിന്റെ അടുത്ത് പോയിട്ട് എങ്ങനെ ഇ കൊമേഴ്സിൽ റിസൾട്ട് കൊണ്ടുവരാൻ ആരും ധൈര്യപ്പെടൂല. നോർമലി നമുക്ക് അറിയൂല എന്ന് ക്ലയന്റിന് ഒരിക്കലും കാണിക്കാൻ പാടില്ലല്ലോ. പക്ഷെ സംവെയർ മൈ ഗട്ട് ഫീലിംഗ് സേസ് ദാറ്റ് നമുക്ക് എന്തായാലും ഒരു ക്ലയന്റ് പോവും. നമുക്കൊരു അറ്റംപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ അറ്റ് ദി എൻഡ് ഓഫ് ദ ക്ലയന്റ് ചിലപ്പോൾ പോവായിരിക്കും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കാരണം നമ്മൾ അന്ന് അത്ര ആപ്പ് ബിൽഡ് ചെയ്തിട്ടില്ല. വി ആർ ഓൺലി മീറ്റിംഗ് ഇൻ മീറ്റിംഗ്സ്. ചോദിച്ചു നോക്കാന്ന് വെച്ചിട്ടാണ് അന്ന് ഫസ്റ്റ് മീറ്റിംഗ്. എന്താണ് അപ്പം ഷ്യാം പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഇത് സിമ്പിൾ ആണ്, ഇതൊന്നുമില്ല, നിങ്ങൾ ഫണ്ട് കൂട്ടിയാൽ മതി, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. എന്നിട്ട് പറഞ്ഞു, ഇനി ഫണ്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്റെ കയ്യിൽ തരും, ഡോണ്ട് വറി. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റണില്ല. യു ടോൾഡ് ദാറ്റ്. അതായത് ഫണ്ട് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളൂ, ഡോണ്ട് വറി, യു സ്പെൻഡ്. കാരണം ഇതില് ഞാൻ ആഡ് അക്കൗണ്ട് ഒക്കെ നോക്കി, ഇതിലും പ്രശ്നങ്ങളൊന്നുമില്ല, യു ഡൂയിങ് ഗുഡ്. നിങ്ങൾക്ക് അന്ന് ഒരു 2.5 ROAS ഉണ്ട്. അപ്പം നമ്മള് 1000 ചെയ്യുമ്പോഴേക്ക് 2000 കിട്ടുന്നത് അല്ലെങ്കിൽ 3000 കിട്ടുന്നത് നോർമലാണ്. അതൊന്നും നമുക്ക് അറിയുക. ആ ധൈര്യത്തിന്റെ മുകളിൽ നമ്മൾ ആ 10 ദിവസം സ്പെൻഡ് ചെയ്തു. ആൻഡ് വി സംവെയർ ഹിറ്റ് ദാറ്റ് ടാർഗറ്റ്. അതാണ് എന്റെ ഇ കൊമേഴ്സിന്റെ സ്റ്റാർട്ട്. അന്ന് നമുക്ക് ഈ ഷോപ്പിഫൈയില് ഒരു ഇത് കിട്ടുമല്ലോ, ക്രിങ് ഓർഡർ കിട്ടുമ്പോ ഡോപ്പമൈൻ. അയ്യോ, അതെനിക്ക് ഇപ്പോഴും ഗൂസ് ബംസ് വരുന്നത്. അന്ന് നമ്മൾ ഒരു ദിവസം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഈ സൗണ്ടിന് വേണ്ടി ക്രേവ് ചെയ്യാ. കറക്റ്റ്. ഫസ്റ്റ് ഡോപ്പമൈനൊക്കെ ആ സൗണ്ട് വെച്ചാൽ അയ്യോ ഇന്ന് സൗണ്ട് പോരല്ലോ, ഇത് വന്നിട്ട് ഇതെന്താ സൗണ്ട് വരാത്ത, ഇങ്ങനെ ക്രേവ് ചെയ്യാണ്. കാരണം ദിസ് ഫീൽസ് വെരി അമേസിംഗ് ദാറ്റ് റൈറ്റ് യു ആർ ഏബിൾ ടു ഗിവ് സെയിൽസ് ഫ്രം എ വെബ്സൈറ്റ് ടു എ ക്ലയന്റ് എന്നുള്ളത്. ROI കാണിച്ചു കൊടുക്കാൻ. അത് നമുക്ക് എനിക്ക് ഇന്നും ഞാൻ എന്റെ വൈഫിനോട് പറയാറുണ്ട്, ചിലപ്പോ അത് കോൺട്രവേഴ്സി ആയിരിക്കും, എനിക്ക് ഈ ക്ലയന്റിന് എന്തെങ്കിലും റിസൾട്ട് കൊടുത്തിട്ട് ക്ലയന്റിന് അപ്രീഷിയേറ്റ് കിട്ടുന്നില്ല, അതിനേക്കാളും വലിയ ഒരു ഡോപ്പമിൻ റഷ് ഇന്ന് കിട്ടുന്നില്ല വേറെ ഒന്നില്ല എന്നുള്ളത്. കറക്റ്റ്. അപ്പം പിന്നെ അതാണ് എന്റെ ഇ കൊമേഴ്സ് ജേർണി സ്റ്റാർട്ട്. അന്ന് എനിക്ക് ഞാൻ അത് പറഞ്ഞപ്പോ പറയാം, ഞാന് ഒരു കാലത്ത് ഐ ആൾസോ ഹാഡ് ദ സെയിം കൈൻഡ് ഓഫ് ഡോപ്പമൈൻ റഷ്. ഇത് ടിങ് ടിങ് ഒരു ശബ്ദം, അത് പ്രത്യേക എനിക്കൊന്ന് they spent some money and did that sound. ഞാൻ അവസാനം അത് സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വന്നു. കാരണം നമ്മൾ എക്സൈറ്റഡ് ആവും, ഇത് ഓരോ പ്രാവശ്യം ഇങ്ങനെ അടിക്കാമോ. ഒരു പോയിന്റ് എത്തുമ്പോ ഇപ്പം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. കാരണം ഇത് തന്നെ നമുക്ക് അതിലേക്ക് ഇടക്കിടക്ക് ഫോൺ ചെക്ക് ചെയ്യുന്ന പോലെയാണ്. ബട്ട് അതാണ് എന്റെ ഇ കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് ഏറ്റവും ബാക്കി എന്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഒരു എക്സൈറ്റ്മെന്റ് ആയത് ഇ കൊമേഴ്സ് ആണ്. ഫോർ വൺ റീസൺ വേർ ദ റവന്യൂ നമ്മളെ മുമ്പിൽ വിസിബിൾ ആണ്.
കറക്റ്റ്. ഇപ്പൊ ബാക്കി എല്ലാത്തിലും റവന്യൂ ഇസ് നോട്ട് വിസിബിൾ ആസ് സച്ച്. സോ റവന്യൂ ഇസ് വിസിബിൾ ഇൻ ഫ്രണ്ട് ഓഫ് us. സോ ദാറ്റ്സ് ദ സോൾ റീസൺ നമ്മള് നൗ വി നീഡ് മോർ ക്ലയൻസ്. അപ്പൊ നമ്മളതിൽ പോർട്ട്ഫോളിയോ കുറവാണ്. സോ ആ സമയത്താണ് നമ്മൾ റവന്യൂ ഫോർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് വി സ്റ്റാർട്ടഡ് ക്ലയന്റിന്റെ കൂടെ റവന്യൂ ഷെയർ മോഡലിൽ നമ്മൾ വർക്ക് ചെയ്യും. സോ ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് ദ ക്ലയന്റ് ആൻഡ് us. അത് ആ മോഡലിൽ വി ക്ലോസ് സം ക്ലയന്റ്, വി വർ ഏബിൾ ടു ബ്രിങ് സം പോർട്ട്ഫോളിയോ. So that is the start of e-commerce. But e-commerce happened, Blue Tiger happened because I have built a personal brand. ചെറിയ personal brand ആണ്. റൈറ്റ്. ബട്ട് ആ ഇൻസ്റ്റാഗ്രാമിന് വന്നു, പിന്നെയാണ് ഇ-കൊമേഴ്സിലേക്ക് എത്തിയത്. സോ മൈ ജേർണി ഹാസ് ഓൾ ചേഞ്ച്ഡ് ബിക്കോസ് ഐ ബിൽഡ് പേഴ്സണൽ ബ്രാൻഡ് ആൻഡ് ഐ സ്റ്റിൽ ഹാവ് നോട്ട് ദ പോയിന്റ്, ഐ സ്റ്റിൽ ഹാവ് 10,000 followers. I do not have 100K followers. But the fact that is very important that with that 10,000 followers, I would have made money a lot. ഇൻ ക്രോർസ്. In crores. Be it in academy students വരാണെങ്കിലും, be it monthly ഒരു leads വരാണെങ്കിലും, closings ആയാലും, everything. So എപ്പോഴും ഞാൻ പറയാറുണ്ട്, it's not important that how many people is there in your room. It's important that how many times you are having that conversation with the people inside your room than you're always welcoming the people outside the room. So കുറെ ആൾക്കാർ ചെയ്യുന്ന mistake ആണ്, I still have 500 followers, I still have 1,000 followers, and what do? They worry too much and they always stand outside the door. എന്നിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യാം, ഉള്ളിലുള്ള ആൾക്കാരെ എൻഗേജ് ചെയ്യാൻ ഫോക്കസ് ചെയ്യില്ല. അപ്പം ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ, so if you ask me, ഇപ്പം നമ്മളോട് ഏതാണ് ബെസ്റ്റ് ഏജൻസി ഇൻ ഇന്ത്യ എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ചിലപ്പം പറയാം ബാങ്കിന്റെ പേരായിരിക്കും. വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ്, അവര് ബെസ്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ അവരെക്കാളും ബെസ്റ്റ് ഒരുപാട് ഏജൻസീസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരെ പോലെ തന്നെ ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഏജൻസീസ് ഉണ്ടാവും ഇന്ത്യയിലൊക്കെ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന അവരെയാ. The more you see, the more you believe. Exactly. അപ്പം എല്ലാവരോടും ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആരാ, ബെസ്റ്റ് ഇ-കൊമേഴ്സ് കൺസൾട്ടന്റ് ആരാ, ബെസ്റ്റ് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരേറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാരെയാണ് അവര് പറയാ. ഇപ്പം ഞാനും ഷാനും റാഷിദിന്റെ വാട്സപ്പിലുണ്ട്, കോണ്ടാക്ട്സിലുണ്ട്. ഷാൻ എപ്പോഴും ഇ-കൊമേഴ്സിനെ പിന്നെ അല്ലെങ്കിൽ ഷാൻ ഹാവ് ബിൽഡ് ഇ-കൊമേഴ്സ് സ്റ്റോർസ് ഇൻ ക്രോർസ് and has more than 5-6 years of experience, but you do not put status. One reason, I put tips and things every day in WhatsApp status for e-commerce. റാഷിദിനോട് നാളെ ബെസ്റ്റ് ഇ-കൊമേഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ പേരായിരിക്കും പറയാം, because he see more of me. Correct. അപ്പം what we need to understand is in personal branding, ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്യണം, you need 100,000 followers, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ, ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ. That's already too much ആയിട്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. What I want to talk is, it's not important you bring a lot of people, it's more important that how many times you go in front of them in stories, in different mode. ഒരു 100-150 പ്രാവശ്യം പോകുമ്പോഴേ അവര് നമ്മളെ തലയിൽ വെക്കും. പിന്നെ ആ കാറ്റഗറി നമുക്കുള്ളത് അവരെ മനസ്സിൽ അതാവാൻ നോക്കിയാൽ മതി. സൂപ്പർ ഫാൻസ് എന്നൊക്കെ പറയുന്നില്ല. അപ്പൊ എനിക്ക് ഇന്ന് ആ 10,000 ഫോളോവേഴ്സ് കൊണ്ട് ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ നടക്കും. അവര് സെല് ചെയ്ത് തരും. അവര് കസ്റ്റമർ അല്ലെങ്കിലും they will sell for you on your behalf. Exactly. നമ്മൾ ചെയ്യേണ്ടത്, it's like we recruit an army of sales people. Exactly. Without actually paying them. Exactly. പക്ഷെ നമ്മൾ പേ ചെയ്യുന്നത് through the value bombs that we put through our Instagram reels or YouTube videos or whatever it is. അപ്പം പിന്നെ ഞാൻ പഠിച്ചത്, അതായത് I started personal branding maybe not even 6 months now. നമ്മൾ ഈ ഷോ തുടങ്ങിയിട്ട് തന്നെ it's not even 3 months. പക്ഷെ the moment I started, I would not say personal branding, കാരണം ആ പേഴ്സണൽ ബ്രാൻഡിങ് പറഞ്ഞാൽ പ്രാഞ്ചി ആവാണ്, അതല്ല. നമ്മള് ഫൗണ്ടർ ബ്രാൻഡിങ്, ഐ വുഡ് റാദർ സേ ആസ് ഫൗണ്ടർ ബ്രാൻഡിങ്. അതായത് ആസ് ഫൗണ്ടേഴ്സ് നമ്മളടുത്ത് ടൺ കണക്കിന് ഫണ്ട് എന്നൊക്കെ പറയുന്നത് ടൺ കണക്കിന് ഇൻഫർമേഷൻ ഉണ്ട്. നമ്മളത് എപ്പോഴും ഓഫീസ് കൊടുക്കും, അല്ല നമ്മളെ കൊളീഗ്സിന് കൊടുക്കും, നമ്മളെ ക്ലയൻസിന് കൊടുക്കും, നമ്മളെ ഫ്രണ്ട്സിന് കൊടുക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു സാധനം, ദ വേൾഡ് ഈസ് ദർ ഫോർ യു. എല്ലാവരും ഫോണിലാണ് എവ്രി ടൈം. ഐ വിൽ ഗിവ് യു സ്റ്റാറ്റിസ്റ്റിക്സ്. ഐ വാസ് ഓൾസോ സർപ്രൈസ് ടു ഹിയർ ദാറ്റ് ഞങ്ങളെ
ഏറ്റവും കൂടുതൽ വ്യൂസ് യൂട്യൂബ് വീഡിയോസിന് വരുന്നത് ഏത് സമയത്താണെന്ന് അറിയോ? കെൻ യു ടേക്ക് എ ഗസ്? ഈവനിങ്? നോ, ഇറ്റ്സ് ഇൻ ദ മോർണിംഗ് 3 to 6. It's something which I am not actually proud of because people may not be sleeping well. പക്ഷേ അത് ഞാൻ പറയാൻ കാരണം ആൾക്കാർ ഫുൾ ടൈം ഫോണിൻ്റെ മുകളിലാണ്. ആൻഡ് അവർ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കണ്ടന്റാണ്. പിന്നെ ഹാരിസ് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറിച്ച് സംസാരിക്കുകയാണ്. എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇഷ്ടമാണ്. ഐ വിൽ ഫോളോ യു ഇഫ് യു ആർ ആക്ച്വലി സേയിങ് സംതിങ് ദാറ്റ് ഇസ് വാല്യുബിൾ. വെറുതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെച്ചിട്ട് അത് ചെയ്യാം, ഇത് ചെയ്യാം, മറ്റേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മേ നോട്ട് ബി വെരി ഇൻട്രസ്റ്റഡ്. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെച്ചിട്ട് ഞാൻ 10 ഉറുപ്പ്യ ഇട്ടിട്ട് ഞാൻ 1000 ഉറുപ്പ്യ ഉണ്ടാക്കി കൊടുത്ത്, ദാറ്റ് ഈസ് വാല്യുബിൾ. അപ്പോൾ എൻ്റെ അടുത്തത് ഹൗ എന്നാണ് അടുത്ത ചോദ്യം. സോ ഹാരിസ് അത് പറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ലെറ്റിംഗ് ഔട്ട് യുവർ സീക്രറ്റ്. പക്ഷേ ആൾക്കാർക്ക് ദർ വിൽ ബി പീപ്പിൾ ഹു ഓപ്പറേറ്റ് ഹിയറിംഗ് ഫ്രം യു അല്ലേ? പക്ഷേ ദർ ഇസ് 10x more people who will just hire you to do that stuff. അപ്പം യെസ്, കമ്മിങ് ബാക്ക് ടു ദിസ് പേഴ്സണൽ ബ്രാൻഡിങ്, ഫൗണ്ടർ ബ്രാൻഡിങ്, വാട്ട് എവർ വി കോൾ ഇറ്റ്, അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ കൊടുക്കുക എന്നാണ്. വാല്യൂ കൊടുക്കുക. അതും ഇപ്പം നമ്മളെ പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ ഫൗണ്ടർ ബ്രാൻഡിങ് ചെയ്യേണ്ട എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം പറയുന്നത് യു നീഡ് ടു ബി ഇൻ ഇൻസ്റ്റഗ്രാം, യു നീഡ് ടു ബി ഇൻ ലിങ്ക്ഡ്ഇൻ. ബട്ട് ഐ വുഡ് സേ two important points. One, you should start with WhatsApp status. I would, because see, നമ്മള് നിഖിൽ കാമത്തിന്റെ സെറോദന്റെ ഒരു കുറെ പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്ത് അവരെ വെച്ചിട്ടുള്ള ഒരു പോഡ്കാസ്റ്റില് അവർ പറയുന്ന ഒരു നാസ് ഡെയിലി പറയുന്ന ഒരു ഫാക്ട് ഉണ്ട്. ഒരു ക്രിയേറ്റർ പോഡ്കാസ്റ്റ്. അതായത് എല്ലാത്തിനും ഗ്രാഫ് ഉണ്ട്, ലോകത്ത് എല്ലാത്തിനും ഗ്രാഫ് ഉണ്ട്. As a personal brand, you also have graph. Now what Instagram, what platforms will do is that they'll take you, they want you to grow, they'll take you to this level. ഒരു കുറച്ച് കഴിയുമ്പോഴേക്ക് your contents becomes boring because you're doing the same thing. Correct. Now they want new faces. പ്ലാറ്റ്ഫോംസിന് പുതിയ ഫേസസ് ആൾക്കാരുടെ മുമ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോം എക്സൈറ്റിംഗ് ആവും, ഓഡിയൻസിന് എക്സൈറ്റിംഗ് ആവും. സെയിം ആൾക്കാരെ എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ഓഡിയൻസിന് ബോറടിക്കും. സോ ദേ വാണ്ട് ടു കീപ് ദാറ്റ് പ്ലാറ്റ്ഫോം ആസ് എക്സൈറ്റിംഗ്. Now you have a graph which grows like this, same as everything. Here you will get stuck because you're not getting any more paid collab, you're not getting any more collaboration. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല നോർമലി, വിച്ച് യു മൈറ്റ് ഗെറ്റ് ത്രൂ അതർ ടേംസ്. ഓക്കെ, പിന്നെ നിങ്ങളെ ഫിനാൻസും ഇൻസ്റ്റേബിൾ ആണ്, അതായത് മന്ത്ലി ഇങ്ങനെ ഒന്നുമില്ല. Now this point is where you need to get prepared for. Okay, so ഈ പോയിന്റ് എത്തുമ്പോഴേക്കും യു നീഡ് ടു ഹാവ് പ്ലാറ്റ്യൂ അടിക്കുന്ന പോയിന്റ്. യു ഗ്രൂ ആൻഡ് then there's a plateau. അപ്പൊ ഈ പോയിന്റിലേക്ക് എത്തുമ്പോഴേക്ക് യു മൈറ്റ് നീഡ് ടു ഹാവ് എ ബിസിനസ് ഐഡിയ ഓർ ദാറ്റ് കമ്മ്യൂണിറ്റിക്ക് സെല് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയ, ഓർ ആ കമ്മ്യൂണിറ്റിനെ വെച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയ യു നീഡ് ടു ഹാവ് ഹിയർ. ബിക്കോസ് ഫ്രം ദിസ് പോയിന്റ് യു നീഡ് an ഐഡിയ ടു ഗിവ് യു മണി. അതർവൈസ് ഇറ്റ്സ് നോട്ട്. ഐ മീൻ പ്ലാറ്റ്ഫോംസ് വിൽക്കൽ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ ഒരു കൺസെപ്റ്റ്, നമ്മളൊരു കാര്യങ്ങൾ, ഇപ്പോൾ ഫൗണ്ടർ ബ്രാൻഡിങ് ആണെങ്കിൽ ആദ്യം നമ്മളെ കോണ്ടാക്ട്സിൽ ഒരു 400 ആൾക്കാർ ഉണ്ടാവും. ഓക്കെ, ആ 400 ആൾക്കാർ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ 400 is not 400. Each of them have 40-50 people in their core group. That is 4,000 or 40,000 people. So അവരെ അണ്ടറിൽ കറക്റ്റ് ആയിട്ട് ഞാൻ ഇന്നും വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, ഇന്നും ഇടുന്നുണ്ട്. എന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇന്നും കുറെ ആൾക്കാർ നോക്കുന്നുണ്ട്. അതിലൂടെ തന്നെ ഒരുപാട് റെഫറൻസ്. ഞാൻ ഹാർഡ് കോർ ബിലീവറാണ്, കാരണം എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന 400 ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഇൻസ്റ്റാഗ്രാമിലെ സ്ട്രേഞ്ചേഴ്സ് ആണ് എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന, എന്നെ അറിയുന്ന 400 ആൾക്കാരുടെ മുമ്പിലാണ് ഞാൻ ആദ്യം ബ്രാൻഡ് ചെയ്യേണ്ടത്. ദേ ഷുഡ് സ്റ്റാർട്ട് ടെല്ലിങ് മൈ നെയിം, ദെൻ യു ഗോ ടു അതർ ഏരിയ. സെക്കൻഡ് തിങ് ഇസ്, ഇപ്പം പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഏറ്റവും വലിയ പെയിൻ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ സേ ഇറ്റ്സ് കോണ്ടന്റ്, ഐ ഹാവ് ടു ഡു ദാറ്റ്, ഐ ഹാവ് ടു ഡു ദിസ്. ദ സിമ്പിൾ ടേംസ് വിച്ച് I do personal brand is document your professional journey. That's it. It's like you have a diary to document your personal journey. Every night you pen down something. But a professional journey, നമുക്ക് ഒരു ദിവസം പ്രൊഫഷണൽ ജേർണിയിൽ നടക്കാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. സംഭവം ഉണ്ടാവും, ബി ഇൻ ദിസ് പോഡ്കാസ്റ്റ്, എനിത്തിങ്. അതവിടെ എഴുതിയാൽ തന്നെ യു ഹാവ് ടൺസ് ഓഫ് കണ്ടന്റ്. ഒരിക്കലും ക്ഷാമല്ല.
ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് അവർ ബ്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ് ഇൻ ദാറ്റ് വേ. Yeah. നിങ്ങൾ ഇത് പറഞ്ഞപ്പം പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി കൂടി പറഞ്ഞില്ല. ഓക്കെ, യു സെഡ് ദാറ്റ് ദീസ് 400 കോൺടാക്ട്സ് ഓർ 300 ഓർ 200 വാട്ട് എവർ ഇറ്റ് ഇസ്, ആ കോൺടാക്ട്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലെവറേജ് ചെയ്യാൻ പറ്റുക. കാരണം ആ കോൺടാക്ട്സിന് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനും വാട്സാപ്പ് സ്റ്റാറ്റസ് ഉണ്ട്, പക്ഷെ എൻ്റെ പല അടുത്ത സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പലവർക്കും അറിയില്ലായിരുന്നു ഐ വാസ് ആക്ച്വലി ഡൂയിങ് ഇ-കൊമേഴ്സ്. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഇവർക്കൊക്കെ പല ഡിസിഷൻ മേക്കേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ചെയ്യുന്നത്, വെന്നെവർ ഐ മീറ്റ് സം വൺ, ഐ മേക്ക് ഷുവർ ദാറ്റ് ദേ ഹാവ് ഗോട്ട് മൈ നമ്പർ ഇൻ ദെയർ കോണ്ടാക്ട് ലിസ്റ്റ് ആൻഡ് ദെയർ നമ്പർ ഇൻ മൈ കോണ്ടാക്ട് ലിസ്റ്റ്. അപ്പം അവരെൻ്റെ സ്റ്റാറ്റസ് കാണും, അവരെ സ്റ്റാറ്റസ് ഞാൻ കാണും. റിഗാർഡ്ലെസ് ഓഫ് നാളെ ഇപ്പം അവർക്ക് എൻ്റെ സ്റ്റാറ്റസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ മ്യൂട്ട് ചെയ്യും. ഇറ്റ്സ് ഫൈൻ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ, എൻ്റെ കസ്റ്റമർ പേഴ്സോണ അല്ല, ഇറ്റ് ഈസ് ഫൈൻ. പക്ഷേ പലരും ചെയ്യുന്നത്, ഐ ഡോണ്ട് നോ, ദിസ് മേ സൗണ്ട് കോൺട്രവേഴ്ഷ്യൽ. ഞാൻ പുതിയ കാർ എടുത്തു, പിന്നെ ഞാൻ പുതിയ ഫോൺ വാങ്ങിച്ചു, ഇതൊക്കെ സ്റ്റാറ്റസിലിട്ടിട്ട് എന്തായിട്ട് ഞാൻ കല്യാണം കഴിച്ചു. ഓക്കെ, ദാറ്റ് മേ ബി സംതിങ് ദിസ്. പക്ഷേ ടു ഷോ അതേഴ്സ് ദാറ്റ് ഐ ഹാവ് റീച്ച് സംവെയർ, ഇതാണ് നോർമലി സംഭവിക്കല്. ബട്ട് വാട്ട് ഞാനും ചെയ്യണ്ടോ കേട്ടോ, ഐ ഡോണ്ട് സേ ദാറ്റ് ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ്. No, it's okay to show, but there is a potential to bring clients, leads, make money. കറക്റ്റ്. Yeah, if you're using it right, then the ഈ other side- പോയിന്റ് എവ്രിബഡി 99% ഓഫ് പീപ്പിൾ ആക്ച്വലി മിസ്സസ് ദിസ് പോയിന്റ്. ബിൽഡ് യുവർ ബ്രാൻഡ് ത്രൂ യുവർ വാട്സാപ്പ് സ്റ്റാറ്റസ്. സിമ്പിൾ. ഒരു ചാനലും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഓൾറെഡി കോൺടാക്ട്സ് ഉണ്ട്. ജസ്റ്റ് ലെറ്റ് ദം നോ വാട്ട് യു ആർ ഡൂയിങ് ഓൺ എ ഡെയിലി ബേസിസ്. ഇത് മതി പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഹൂ യു ആർ എന്ന് നിങ്ങളെ ഓൾറെഡി എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിനാ പറയാൻ. ഹാരിസ് പറഞ്ഞ പോലെ തന്നെ എനിക്കും ഐ ഡോണ്ട് ഹാവ് ദ നമ്പേഴ്സ് നൗ. ഇഷ്ടം പോലെ ലീഡ്സ് കംസ് ത്രൂ മൈ വാട്സാപ്പ് കോൺടാക്ട്സ്. ഇപ്പം ഐ ആം അറ്റ് എ സ്റ്റേജ് വേർ ഐ സേ നോ ടു എ ലോട്ട് ഓഫ് ലീഡ്സ്. പക്ഷേ ഇനീഷ്യൽ കേസിൽ അങ്ങനെ ആയിരിക്കില്ല. യു ആൾസ് നമ്മൾ എല്ലാ ക്ലയൻസിനും എടുക്കും, നമ്മൾ നോക്കും ഏതാണ് ഫിറ്റ് ആവുക, കുറച്ച് നമുക്ക് മനസ്സിലാവും ഈ ക്ലയൻറ്റ് ഇത്ര റവന്യൂ ചെയ്യുന്ന ഈ സ്റ്റേജിലില്ല, ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ഇല്ല. നമ്മളൊരു ഐഡിയൽ കസ്റ്റമർ പേഴ്സോണ, പിന്നെ ഞാൻ എവിടെ ഒന്ന് വായിച്ചതാണോ കേട്ടതാണോ എനിക്ക് ഓർമ്മല്ല, ഓഫീസിൽ നമ്മളെ കസ്റ്റമറെ ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞ് ഐഡിയൽ കസ്റ്റമർ ഉണ്ടാവുമല്ലോ, സേ കോട്ടിട്ട 30s ഇല്ലേ, അല്ലെങ്കിൽ പിന്നെ യങ് ആയിട്ടില്ലേ, കിഡ്സ് ഇല്ലേ, ആ കസ്റ്റമർ എക്സാക്ട്ലി വരച്ച് ഓഫീസിലാണ് വെക്കുക. ദാറ്റ് ഈസ് യുവർ കസ്റ്റമർ. അപ്പോൾ കസ്റ്റമർ പേഴ്സോണ ഇനീഷ്യലി നമ്മൾ ഒരു 0 to 1 സ്റ്റേജ് നമുക്കറിയില്ല ആരാണ് എക്സാക്ട്ലി നമ്മുടെ കസ്റ്റമർ. ബട്ട് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇവനാണ് എൻ്റെ കസ്റ്റമർ. അപ്പോൾ അവർക്കനുസരിച്ചുള്ള കണ്ടന്റ് തുടങ്ങുക. ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് സംതിങ്, കണ്ടന്റ് ഇട്ട് തുടങ്ങുക. ഓക്കെ, സോ അപ്പോൾ ഹാരിസിൻ്റെ ജേണി എനിക്കിപ്പോൾ മനസ്സിലായത്, യു ആൾസോ സ്റ്റാർട്ടഡ് ആസ് പേഴ്സണൽ ബ്രാൻഡിങ്. ഒരു ക്ലയന്റിനെ കിട്ടി, ആ ക്ലയന്റിന്റെ സാധനം ഡോക്യുമെന്റ് ചെയ്തു അല്ലേ, ആണ്. അതിന്റെ മുകളിൽ വീണ്ടും വീണ്ടും ക്ലയന്റ് കിട്ടി. ഇപ്പൊ ഞാൻ ആരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയല്, സ്റ്റാർട്ട് ഷെയറിങ് വാട്ട് യു നോ വിത്ത് ദ വേൾഡ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ, ഇപ്പം ലോകത്ത് എല്ലാവർക്കും പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്. യു കൻ നോട്ട് ഡെനി ദ ഫാക്ട് ദാറ്റ് യു ഡു നോട്ട് ഹാവ് എ പേഴ്സണൽ ബ്രാൻഡ്. ബട്ട് വാട്ട് ഹാപ്പൻസ്, ഫോർ എക്സാമ്പിൾ, ഇഫ് ഞാൻ റാഷിദിന്റെ ഫ്രണ്ട്സിനോട് റാഷിദ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലിനോട്, നമ്മള് ഫാമിലിയൊക്കെ പറയുന്നില്ല ഓന് പഠിക്കലുമില്ല, അതുമില്ല ഇതുമില്ല, ഓന് എപ്പോഴും ഫോണിൽ കുത്തി കൊടുക്കാം. ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇവിടെ പറയുന്നുണ്ടല്ലോ. അത് നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ്, പബ്ലിക്കായിട്ട് ചെയ്ത ആക്ടിവിറ്റീസ് എന്നാണല്ലോ നമ്മൾ അങ്ങനെ ഒരു ഈ ആള് ഇന്നതാണ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, that is happened because we built something out of our area, right? Now people whom you know, നിങ്ങളെ ഇടയിലുള്ള ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അറിയാത്ത ആൾക്കാരത്തെ നിങ്ങളെ പ്രൊഫഷണലി വെച്ചിട്ട് ആ ഒരു കാര്യം ചെയ്യാന്നുള്ളതാണ്. അതായത് നാളെ അവര് ഓൻ നേടാണ്, ഓൻ ഇതാണ്, ഓൻ അങ്ങനെയാണ്, ഫോൺ കേൾക്കും അങ്ങനെ പറയുന്നേക്കാളും ഓൻ ഇന്ന ആളാണ്, ഓൻ ഇന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിക്കലുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അവരെ മുമ്പിൽ ഒരു 20 ദിവസം ആ കണ്ടന്റ് സംസാരിച്ചാൽ മതി. ബിൽഡ് ദ നരേറ്റീവ്
you want them to say about you. എക്സാക്ട്ലി. അത് സംസാരിക്കാൻ തുടങ്ങലാണ് ദ ഈസിയസ്റ്റ് ഫോം ഓഫ് പേഴ്സണൽ ബ്രാൻഡിങ്. അപ്പാർട്ട് ഫ്രം യു നീഡ് ടു പോസ്റ്റ് അറ്റ് ദിസ് ടൈം, യു നീഡ് ടു ഹാവ് എ ഹുക്ക്, യു നീഡ് ടു ഹാവ് എ CTA. These are all decorations. Yeah, Nothing matters. these are all decorations, but it's always documenting the journey is what excites me a lot, and I am into. And as long as I do that, I'm happy. If I still, if I'm not able to grow in big numbers also, yeah, that's a thing. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏത് സ്റ്റേജില്ല, ഇഫ് യു ആർ ഗോയിങ് ഫ്രം 0 to 1 or 1 to 10 or even 10 to 100, പേഴ്സണൽ ബ്രാൻഡിങ് വർക്ക്സ്. നിങ്ങൾ വെബ്സൈറ്റ് പോലും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് അങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ you don't actually have to start with an e-commerce website right away. Build your personal brand, build what you know, tell to the world. അത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഫോളോവർ ബേസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലീഡ്സ് വരും. യു വിൽ സ്റ്റാർട്ട് ജനറേറ്റിംഗ് സം കൈൻഡ് ഓഫ് റവന്യൂ, ബി ഇറ്റ് ഓൺ വാട്സാപ്പ്, ബി ഇറ്റ് ഓൺ ഇൻസ്റ്റാഗ്രാം, ഓർ ബി ഇറ്റ് ഓൺ എനി അതർ ചാനൽ. ആ റവന്യൂ വെച്ചിട്ട് നിങ്ങൾ അടുത്ത സാധനം ചെയ്താൽ മതി. സോ റവന്യൂ, ഞാൻ മനസ്സിലാക്കിയൊരു സാധനമുണ്ട്, റവന്യൂ ഫസ്റ്റ് അല്ലേ, റവന്യൂ ഫസ്റ്റ് മോഡൽ അപ്രോച്ച്. ആദ്യം റവന്യൂ ഉണ്ടാക്കിയോ, ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് കോൺഫിഡൻസ് ലെവൽ അല്ലേ. കോൺഫിഡൻസ് കിട്ടി, ഹൈ പേഴ്സണൽ ബ്രാൻഡ് ചെയ്തപ്പോൾ എനിക്ക് റവന്യൂ കിട്ടിയല്ലോ. ആ റവന്യൂ വെച്ചിട്ട് പിന്നെ ദെൻ ഈവൺ ഇഫ് യു ആർ എ കമ്പനി വിത്ത് നോ ഫണ്ട്സ് ഓർ ലാർജ് ഫണ്ട്സ്, എന്താണെങ്കിലും പ്രശ്നം തീർന്നില്ലേ. യു ഹാവ് ദ കോൺഫിഡൻസ് ടു സ്റ്റാർട്ട് ഗോയിങ് ഔട്ട് ആൻഡ് സ്പെൻഡിങ് മോർ. So that is how personal brand work. Okay, now let's come to e-commerce. Shopify, Magento, WooCommerce, BigCommerce, PrestaShop. There is innumerable number of websites. Tell me, where should I start as an e-commerce store owner? Okay, so I'll give you exact blueprint of taking your store from 1 to 10 or 10 to 20 lakhs. Okay, so I'll give you exact formula of my understanding of how to take from 0 to 15-20 lakhs. 0 to 1. 0 to 1 പറഞ്ഞാൽ വേറെ രീതിയിലാണ്. 0 to 15 lakhs. സോ ഇനീഷ്യലി ഈ സ്ക്രാച്ച് എന്ന് വരുന്ന അല്ലെങ്കിൽ ഒരുപാട് ഫണ്ടഡ് അല്ലാത്ത പിന്നെ ഇ-കൊമേഴ്സ് സ്റ്റോഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിനാട്ടോ ഇത്. സോ ഇനീഷ്യലി the easiest way to get into the market is build a personal brand because it costs nothing. You have to start speaking. Okay, it costs your time, but നിങ്ങളെ ടൈമിന് unless you are a very accomplished entrepreneur, your time doesn't have any value. അപ്പം നന്നായിട്ട് പിന്നെ എന്താ അത് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന റീൽസ് യു നീഡ് ടു സ്റ്റാർട്ട് പുഷിങ്. ഓക്കെ, സോ ദിസ് ഈസ് വൺ വേ where if you start getting enquiries from that reel, then your idea is validated and you are able to sell. Congrats, your first order is there. അടിപൊളി. But there will be founders who do not want to do it. I insist everybody to do this. It's much easier. അതെ. But there will be founders who do not want to do it. In that case, all you have to have is ഒരു WhatsApp business account, catalogs fill ചെയ്യാം, ഒരു ഫേസ്ബുക്ക് ആഡ് എക്സ്പെർട്ട് ഫ്രീലാൻസർ ആയിട്ട് ഒരാളെ എടുക്കാം, കീപ് അസൈഡ് സം 20,000-30,000 rupees for ads. This is the costlier way. Costly. Okay. അതില് ഒരു ആഡ് ക്രിയേറ്റീവ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വാട്സപ്പിലേക്ക് ആഡ് റൺ ചെയ്യാം. ആഡ് റൺ ചെയ്യുമ്പോൾ കുറച്ച് എൻക്വയറീസ് വരുന്നെങ്കിൽ അഗെയിൻ വാലിഡേറ്റഡ് ആയി അവിടെ നിന്ന് യു സ്റ്റാർട്ട് ടോക്കിംഗ് ടു യുവർ കസ്റ്റമേഴ്സ്. ഇമ്മീഡിയറ്റ്ലി വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോണ്ട. യു ഹാവ് ടു ടോക്ക് ടു മിനിമം ഓഫ് 50 to 100 customers and convert some 1 or 2. That's enough. Okay, so if you are able to convert, again congrats, you've made your first sale. By talking to this 100 people now, give you a lot of clarity on what type of question you need to answer in your website. Correct. What are the pain points which people are facing? What are the FAQs you need to put? എന്താണ് your A+ content should be in the website? What should be the title? Okay, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ബ്ലൂ ടൈഗാല് we were trying to sell one particular jogger. We have done every way possible. കാര്യങ്ങൾ നടന്നിട്ടില്ല. എന്തൊക്കെയോ ചെയ്തു. ബ്ലാക്ക് അത്ലീഷർ ജോഗർ എന്നായിരുന്നു പണ്ട് അതിന്റെ പേര്. പല കാര്യങ്ങളും ചെയ്തു.
ഇത് റെഡി ആവുന്നില്ല, ഇതിന്റെ അപ്പുറത്തേന് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻ. റിവ്യൂസ് ഉണ്ട്, CRO ചെയ്തു, എല്ലാ സംഭവം ചെയ്തു. അവസാനമായിട്ട് ഞങ്ങൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. ചിലപ്പോ ഈ ബ്ലാക്ക് അത്ലീഷർ ആൾക്കാർക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കോ, വർക്ക് ഫ്രം ഹോം ജോഗർ ബ്ലാക്ക് കളർ ടൈറ്റിൽ മാറ്റി. ഇറ്റ് സ്റ്റാർട്ടഡ് സെല്ലിങ്. സി, പ്രൊഡക്റ്റ് ക്വാളിറ്റിയോ പ്രൊഡക്റ്റോ ലാൻഡിംഗ് പേജോ ഒന്നുമില്ല, ടൈറ്റിലായിരുന്നു അവിടെ പ്രശ്നം. സോ ഇറ്റ്സ് ദ മൈന്യൂട്ട് ഓഫ് ദ മൈന്യൂട്ട് തിങ്സ്, റൈറ്റ്? സോ ഈ കാര്യങ്ങളൊക്കെ ഇഫ് യു സ്റ്റാർട്ട് ടോക്കിംഗ് വിത്ത് യുവർ കസ്റ്റമേഴ്സ്, ദേ വിൽ ഗിവ് യു യുവർ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഐഡിയ. Correct. They will improve your quality. They will give you every idea that's possible. I mean, എന്തൊക്കെ വേണമെന്നല്ലോ. Based on that input, don't go for Magento. I'll give you a reason why you shouldn't go for Magento. Better reason. As a founder, when you start with, okay, you can either work a lot in marketing or you can work behind modifying your website. Tech. ടെക്കിന്റെ ബാക്കിൽ എപ്പോഴും നടന്നു കഴിഞ്ഞാല്, ദ റീസൺ വൈ വി ലവ് ഷോപ്പിഫൈ എ ലോട്ട് ആസ് എ മാർക്കറ്റിംഗ് ഏജൻസി, we have worked with a lot of Magento website, we have worked with a lot of Shopify websites, WooCommerce side. The difference is, when we work with Shopify website, our 85 to 90% focus is on the marketing, 10% focus is on the website. When we work with other platforms, 60% focus is on the tech side, 40% on the marketing. Because നമ്മൾ ഇപ്പുറത്തെ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് പൊട്ടും, അപ്പുറത്തെ ഒരു സാധനം ചെയ്താൽ ഇപ്പുറത്ത് പൊട്ടും. യു നീഡ് എ പേഴ്സൺ ഹു ഓൾവേസ്, അതായത് ഓരോ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ എൻറ്റയർ വെബ്സൈറ്റ് ഓഡിറ്റ് ചെയ്യണം. വെരി ഇമ്പോർട്ടന്റ് ആയിട്ട്. സോ നമ്മുടെ ഫോക്കസ് നല്ലോണം മാറാണ്. ഓക്കെ, സോ അതായത് നമ്മൾ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഇതിന്റെ ഈ ടെക് സൈഡിന്റെ പിന്നാലെ ഓടാണ്. ലൂസിംഗ് ടൈം, യു ആർ ലൂസിംഗ് യുവർ കോൺഫിഡൻസ് ആസ് ടൈം ഗോസ്. പൈസ, പിന്നെ അതിന്റെ എഡിറ്റിംഗ്, കസ്റ്റമൈസേഷൻ, അതൊക്കെ ഐ ആം കീപ്പിംഗ് ഫോർ സെക്കൻഡറി റീസൺ. ബട്ട് എനിക്ക് ഷോപ്പിഫൈയിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് നോക്കി കഴിഞ്ഞാൽ വെബ്സൈറ്റ് വിൽ ബി സെയിം എന്നുള്ളതാണ്. അപ്പം ഈ അഡ്വാൻറ്റേജ് ആണ് എനിക്ക് ഷോപ്പിഫൈയിൽ വന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. 1. സെക്കൻഡ്, നാളെ മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓണർ ഫേസസ് ഒരു ടെക് ടീം ആയിരിക്കും ഇത് ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. ഇത് വേറൊരു ഏജൻസിയിലേക്കോ വേറൊരു ആളിലേക്കോ പോകുമ്പോഴേക്ക് വി ഓൾവേസ് നീഡ് ദെയർ ഹെൽപ്പ്. ഇപ്പൊ നമ്മൾ മജന്റോയിൽ WooCommerceൽ വർക്ക് ചെയ്ത ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മൾ ക്ലയൻസിനോട് പറയും, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരാൾ വേണം കേട്ടോ, അല്ലെങ്കിൽ ചെയ്ത ഒരാൾ വേണം. ചിലപ്പോ ആ ഏജൻസി കോപ്പറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ this becomes very difficult. It's finished. It's over. You spend a lot of money to build this and that's done. The best thing about Shopify again is it's plug and play. It's like you uploading things on Facebook. Correct. അതിലും കുറച്ച് ടെക്നിക്കാലിറ്റീസ് ഉണ്ട്, ബട്ട് ബേസിക് തിങ്സ് നമുക്കൊരു സാധനം സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെക്നിക്കാലിറ്റീസിന്റെ ഒരു ആവശ്യമില്ല. Even if the platforms, I mean agencies are changing, you still have control over that platform, right? You understand the detailed analytics. എന്താണ് conversion rate, എന്താണ്, you don't need anybody's help. അതെ. So what Shopify did to entrepreneurs is that it gave them focus towards marketing. It gave them focus and attention towards the product, the quality, the shipping, the marketing, all the things than tech. Correct. And for me, this is the biggest thing Shopify does. I'll add on to it. See, നിങ്ങളൊരു സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ്, സേ യു ബിൽഡ് ഓൺ WooCommerce, യു ബിൽഡ് ഓൺ Magento, എന്തോ ആയിക്കോട്ടെ, ഇൻഹൗസ് ഡെവലപ്പർ ഉണ്ട്. ആദ്യം ഈ ഡെവലപ്പർക്ക് ഇത് മനസ്സിലാകാൻ കുറച്ച് ദിവസങ്ങളെടുക്കും, എന്താണ് നിങ്ങൾക്ക് വേണ്ട ഫീച്ചർ എന്ന്. പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് വരാൻ കുറച്ച് മാസങ്ങളെടുക്കും. പിന്നെ അത് ടെസ്റ്റ് ചെയ്ത് കസ്റ്റമറിൽ അൾട്ടിമേറ്റ്ലി ഒരു സാധനം ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ എനിവേർ ബിറ്റ്വീൻ 6 to 12 months. ഓക്കെ, നിങ്ങൾ തന്നെ പറഞ്ഞു, പല ക്ലയന്റിനും ഹാരിസൺ കോനെ എന്നെ വിളിക്കും, ഇവർ ഈ വെബ്സൈറ്റ്, അപ്പം പറയും പിന്നെ അവർ ഡെവലപ്പറെ നോക്ക്, അവർക്ക് കാര്യം അറിയെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ട്, അതർവൈസ് യു മൈഗ്രേറ്റ് ഇറ്റ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് മജന്റോനും WooCommerceനും മൈഗ്രേറ്റ് ചെയ്യുന്നത്, ഓവർനൈറ്റ് ദെയർ സെയിൽ ഹാസ് ബിക്കം ഡബിൾഡ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദീസ് ടെക് ഇഷ്യൂസ്. അതറിയില്ല, ഇങ്ങനെ ടെക് ഇഷ്യൂസ് ഉണ്ടെന്ന് അറിയില്ല. ഞാൻ പറയാം, നമ്മള് ഇന്ത്യയിലുള്ള ഒരു മേജർ ഫുട്വെയർ ബ്രാൻഡ് ഉണ്ട്. സോ വി സ്റ്റാർട്ടഡ് വിത്ത് ദം Magento. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞതാണ് ഷോപ്പിഫൈ വേണം, ഷോപ്പിഫൈ വേണം, ഷോപ്പിഫൈ വേണം. ഒരു 10 പ്രാവശ്യം പറഞ്ഞു.
They told us you prove results first and they will be convinced. എന്നിട്ട് നമ്മൾ കുറച്ച് റിസൾട്ട് കൊണ്ടുവന്നു. ഞങ്ങൾ എന്നിട്ടും പറഞ്ഞു ഷോപ്പിഫൈ വേണം. അവര് ഞങ്ങളോട് ചോദിച്ചു ഷോപ്പിഫൈയിൽ മാറിക്കഴിഞ്ഞാൽ ഇത്ര പെർസെന്റേജ് റിസൾട്ട് കൂടും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നടക്കോ എന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞു നടക്കും എന്നുള്ളത് പറഞ്ഞു. ആ റിസ്ക് എടുത്തു. ദി ഗേവ് us the money. അവർ പറഞ്ഞു എന്നിട്ട് 3 മാസം നോക്കും, ഈ റിസൾട്ട് കൂടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തീർക്കും. ദ ബ്ലെയിം ഈസ് കംപ്ലീറ്റ്ലി ഓൺ യു. ബിക്കോസ് ആ മാനേജ്മെന്റിനെ കൺവിൻസ് ചെയ്യാൻ അത്ര വർക്ക് ഉണ്ട്. ലെഗസി പീപ്പിൾ അതുമല്ല അവർ ഓൾറെഡി സ്പെൻഡ് ചെയ്തു ഒരു ലാർജ് മണി ഒരു വെബ്സൈറ്റിലേക്ക് സ്പെൻഡ് ചെയ്തിട്ട് ഇത് മാറ്റാൻ പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫറെന്റ്. സോഫ്റ്റ്വെയർ ഭാഷയിൽ ടെക്നിക്കൽ ഡെപ്റ്റ് എന്ന് പറയും. ടെക്നിക്കൽ ഡെപ്റ്റ് കാരണം പുതിയൊരു സാധനം ചെയ്യൂല. അപ്പം ഞങ്ങൾ ആ റിസ്ക് എടുത്തു. ബിക്കോസ് വി നോ ഇതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ആഡ് ടു കാർട്ട് ബട്ടൺ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ വി കൺവേർട്ടഡ് ദാറ്റ് വെബ്സൈറ്റ് ടു ഷോപ്പിഫൈ ആൻഡ് Shopify itself did the magic. The revenue went up. Now they are very much happy about the website. So നമുക്ക് അതിൽ കിട്ടിയ കോൺഫിഡൻസ്. ആ റവന്യൂ എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഏകദേശം ഐ തിങ്ക് ബിഫോർ ഷോപ്പിഫൈ ദേ യൂസ് ടു ഡു അറൌണ്ട് 15-16 lakhs. Even though they are very legacy brands, they have a set of budgets. അതിന്റെ അപ്പുറത്ത് പോവില്ല. Because they are also starting with it. Right now, they make around 20-25 lakhs per month. Okay. And they keep increasing the budget in every quarter. 70-75% മാറ്റം വന്നു. ഷോപ്പിഫൈയിലേക്ക് മാറ്റിയിട്ട് മാത്രം. കാരണം ഇതില് ആഡ് ടു കാർട്ട് ബട്ടണിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളവിടെ എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യുമ്പോഴേക്ക് റിവ്യൂസ് ഉണ്ടായിരുന്നില്ല. റിവ്യൂസ് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് അപ്പുറത്ത് പൊട്ടി. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് വി ഹാവ് കൺവേർട്ടഡ് അറൌണ്ട് 4 കേരളത്തില് 4 മേജർ ബ്രാൻഡ്സിന്റെ വെബ്സൈറ്റ്സ്, മജന്റോ വുക്കോമോസിൽ ഉണ്ടായ വെബ്സൈറ്റ്സ് കൺവേർട്ട്. ഇപ്പം വി ആർ ഓൾസോ വർക്കിംഗ് വിത്ത് എ ബ്രാൻഡ് ദാറ്റ് വിൽ ഗോ ഫോർ IPO വെരി നിയർലി ആൻഡ് വി ആർ ചേഞ്ചിങ് their brand from Magento to Shopify. അപ്പൊ ബേസിക്കലി ഷോപ്പിഫൈ നിങ്ങളെ വിളിച്ചൊരു അവാർഡ് തരാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. Exactly, because the best thing is founders have become convinced. അതാണ്. അപ്പം അതിന്റെ അവയർനെസ് ഓൾറെഡി എവിടേക്കോ എത്തിയിട്ടുണ്ട്. ഈസിയസ്റ്റ് വേ എന്താ പറയുക, ഞാൻ സിമ്പിൾ ആയിട്ട് പറയും, പിന്നെ വി ക്യാൻ ഡിപ്ലോയ് എ ഫീച്ചർ സേ വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് വിത്തിൻ 5 minutes. ഷോപ്പിഫൈ ആണെങ്കിൽ, മജന്റോ ആണെങ്കിൽ നോക്കുമ്പോൾ അവിടെ ഇരുന്നോ, നമ്മൾ ഡിപ്ലോയ് ചെയ്യും. നമ്മളെ കോമ്പറ്റീറ്റർ നമ്മളെ നോക്കിയിരിക്കും, അവർ മാസങ്ങളെടുക്കും. നമ്മൾ ഡിപ്ലോയ് ചെയ്ത് നമ്മൾ ടെസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ അതിൽ പൈസ ഉണ്ടാക്കി ROI ഡിഫൈൻ ചെയ്ത് നമ്മൾ അടുത്ത ഫീച്ചർ തുടങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ മേ ബി വി ഹാവ് ഗോൺ അഹെഡ് വിത്ത് 5 another ഫീച്ചേഴ്സ്. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഷോപ്പിഫൈ യൂസ് ചെയ്യുന്നത് 4.1 million ഓൺടർപ്രണേഴ്സ് ആണ്, സ്റ്റോർ ഓണേഴ്സ്. ബട്ട് ദർ ഇസ് അനദർ കാറ്റഗറി ഓഫ് ഓൺടർപ്രണേഴ്സ് വിച്ച് ഇസ് ബിൽഡിംഗ് ആപ്സ് ഫോർ ഷോപ്പിഫൈ. സോ ആക്ച്വലി ഷോപ്പിഫൈനോട് മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ യു ആർ ആക്ച്വലി ഹാവിങ് എ കോമ്പറ്റീഷൻ വിത്ത് millions of entrepreneurs that is working on Shopify, that is making money and improving Shopify every single second. അതാണ് അതിന്റെ വിജയം തോന്നുന്നു. ലൈക്ക് ഷോപ്പിഫൈന്റെ ഫൗണ്ടേഴ്സ് മാത്രമല്ല അതിന്റെ ഇംപ്രൂവ് എഫിഷ്യൻസി കൂട്ടുന്നത്. ഇറ്റ്സ് പീപ്പിൾ. They identifying a problem, they building apps for that. അങ്ങനെ എല്ലാരും ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലം എത്ര ആപ്സ് വരും? ആൻഡ് ഐ തിങ്ക് ഷോപ്പിഫൈക്ക് ഒരൊറ്റ കോമ്പറ്റീഷൻസേ ഉള്ളൂ. ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്, ഞാൻ ഇതിന്റെ ഇടയിൽ വാട്സപ്പില് സ്റ്റാറ്റസിന് അനലിറ്റിക്സ് വന്നു. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, കഴിഞ്ഞ വീക്കിനേക്കാളും ഇത്ര വീക്ക് ഇത്ര ആൾക്കാർ പിന്നെ കൂടി കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയതാ, മേ ബി ടുമോറോ യു ഡു നോട്ട് നീഡ് എ വെബ്സൈറ്റ്. Correct. You run ads to WhatsApp. You have products over there. You purchase from the WhatsApp. വാട്സപ്പിന് കാറ്റലോഗിൽ ഒരു പേയ്മെന്റ് ഗേറ്റ് വേ അറ്റാച്ച് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആക്ച്വലി ഇറ്റ് ഇസ് ഓൾറെഡി ദർ. വാട്സാപ്പിൽ ആഡ് ടു കാർട്ട് വന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. വാട്സാപ്പ് ബിസിനസ്സിൽ ആഡ് ടു കാർട്ട് ബട്ടൺ ഉണ്ട്. വാട്സാപ്പ് പേ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. വാട്സാപ്പ് പേ ഇസ് ആക്റ്റീവ്. സോ ബേസിക്കലി ഒരു ചെറിയ കാറ്റലോഗ്, ഒരു 10 പ്രൊഡക്റ്റ് വെക്കുള്ളൂ. യു ഡോണ്ട് നീഡ് എനിത്തിങ് എൽസ് അതർ ദാൻ വാട്സാപ്പ്. നിങ്ങൾക്ക് മാർക്കറ്റിംഗ് വാട്സാപ്പ് ചെയ്യാം, പെയ്ഡ് ആഡ്സ് മാർക്കറ്റിംഗ് ചെയ്യാം,
കസ്റ്റമേഴ്സ് അതിൻ്റെ അകത്ത് തന്നെ ഓർഡറും ചെയ്യും, അതിൻ്റെ അകത്ത് തന്നെ പേയും ചെയ്യും, അതിൻ്റെ അകത്ത് തന്നെ അവർ അഡ്രസ്സും തരും. സോ യെസ്, എ മേജർ കോമ്പറ്റീഷൻ ഫോർ ഷോപ്പിഫൈ ഈസ് നോട്ട് ബിഗ് കമേഴ്സ് ഓർ ബിഗ് കമേഴ്സ്, വാട്സാപ്പ്, ഇറ്റ് ഇസ് മെറ്റ തന്നെ എല്ലാം ചിലപ്പം ചെയ്യുന്നതായിരിക്കാം. കാരണം വാട്സാപ്പിൽ ഇപ്പം ബൂസ്റ്റ് ചെയ്യാനുള്ള മെറ്റ ഇസ് ട്രൈങ് ടു മേക്ക് ഇറ്റ് സിമ്പിൾ ഫോർ എവറിബഡി ടു സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ഫേസ്ബുക്ക് ആഡ്സ്, മെറ്റ ആഡ്സ്, things. So the more it becomes easy, the more people start using, the more people will start testing. വാട്സപ്പിൽ തന്നെ ഒരു ആഡ് റൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രൊഡക്റ്റിന് പറ്റുന്നുണ്ടെങ്കിൽ, പിന്നെ വാട്സപ്പിന്റെ ഉള്ളിൽ ഇപ്പം കമ്മ്യൂണിറ്റീസ്, ചാനൽസ്, കാര്യങ്ങൾ വരും. അതെ. അപ്പം വാട്സപ്പിന്റെ ഉള്ളിലുള്ള കമ്മ്യൂണിറ്റീസിന്റെ മുകളിലേക്ക് ആഡ്സ്, ഇതൊക്കെ there's a lot of scope. അതെ. And I think Shopify's biggest competition is going to be how they'll sustain when WhatsApp commerce takes off in a big way. അപ്പൊ അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഞാൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. കാരണം they have given their APIs. People are building on top of WhatsApp already. അതൊരു ആപ്പ് സ്റ്റോർ ആക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. WhatsApp will become, what I anticipate is WhatsApp will become the platform and app stores will be inside WhatsApp. വാട്സാപ്പിനുള്ള ആഡ് റൺ ചെയ്യാനുള്ള ഒരു പ്രത്യേക വിഡ്ജറ്റ് ഇപ്പോൾ ഉണ്ടാവും. വാട്സാപ്പിന്റെ ഉള്ളിൽ പിന്നെ കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള വേറൊരു വിഡ്ജറ്റ് ഉണ്ടാവും. ChatGPT ഓൾറെഡി വാട്സാപ്പായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ജസ്റ്റ് ദ തിങ് മിസ്സിംഗ് ഇസ് ദ ആപ്പ് സ്റ്റോർ. മോസ്റ്റ് പ്രോബബ്ലി ദേ വിൽ ബി വെയിറ്റിംഗ് ഫോർ ദാറ്റ് ത്രഷോൾഡ് ടു ഹിറ്റ്. അത് ഇത്ര ആപ്പെങ്കിലും വാട്സാപ്പിന്റെ മേലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീൽ സ്റ്റാർട്ട് ദ ആപ്പ് സ്റ്റോർ. Then the whole game actually changes. പക്ഷെ as a digital agency, you don't have an issue. You know when this is coming, you know when this is. As of now, if you want a big level store, it's Shopify. But tomorrow, WhatsApp may take over. ഷോപ്പിഫൈ പറയുമ്പോൾ കുറെ ആൾക്കാർക്കുള്ള ഷോപ്പിഫൈനോടുള്ള ഒരു പെയിൻ പോയിന്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു limitations people think is that if you add up more SKUs, then Shopify will not be able to manage, which is very, very, very wrong. You add, I think Karen Care is a best example. We have 7,000 plus SKUs and it's still manageable. And Shopify from GoQuick helps in a lot of ways, reducing the customer churn, making easy checkout easy ആക്കാൻ വേണ്ടിയിട്ട്. I think Shopify itself started something kind of ആ ഒരു type of സംഭവം. അപ്പം there's a lot of possibilities which you have. എനിക്ക് ഒരു ഇതുണ്ടായത്, എനിക്കൊരു US എന്നൊരു വെബ്സൈറ്റ് വന്നു. ആ വെബ്സൈറ്റിന്റെ അവർക്ക് സബ്സ്ക്രിപ്ഷൻ മോഡൽ ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള ഒരു നീഡായിരുന്നു. Okay, so we were worried if this is possible on Shopify. But to my surprise, there are apps for that. സബ്സ്ക്രിപ്ഷൻ മോഡൽ ആക്ടിവിറ്റി ആപ്സ് ഉണ്ട്, പ്രത്യേകിച്ച് US അതിലും അവർക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് തന്നെ ആപ്സ് ഉണ്ട്. അപ്പം നമ്മള് ഇപ്പൊ ഫേസ് ചെയ്യുന്ന പെയിൻ പോയിന്റ്സ് ഒക്കെ somebody has already built apps on. അതാണ് അതിന്റെ ബ്യൂട്ടി. ആപ്പ് സ്റ്റോറിന്റെ ബ്യൂട്ടി അതാണ്. കാരണം യു കനോട്ട് ബിൽഡ് എവറിത്തിങ് ഓൺ യുവർ ഓൺ. സിമ്പിൾ. പിന്നെ എന്താ പറയാ, പീരിയഡ് എന്നൊക്കെ പറയുന്ന പോലെ there are other people, അവർ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് അതിന് സൊല്യൂഷൻ ബിൽഡ് ചെയ്ത് അവര് നിങ്ങളെ കസ്റ്റമേഴ്സ് തന്നെ സെല് ചെയ്യും. പക്ഷെ അൾട്ടിമേറ്റ്ലി അത് സംഭവിക്കുന്നത് യു ആസ് എ പ്ലാറ്റ്ഫോം ഇസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ എവറി സിംഗിൾ ഡേ. ഓക്കെ, സോ വി നൗ ഹാവ് ഷോപ്പിഫൈ. പിന്നെ ഷോപ്പിഫൈന്റെ ഒരു ഇഷ്യൂ ഞാൻ കണ്ടതും കൂടി പറഞ്ഞുതരാം. അവർ നമ്മൾ 2% ഷോപ്പിഫൈ കൊടുക്കണ്ടേ, 1% ഷോപ്പിഫൈ കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ പറയും, മോനെ ഇതൊക്കെ നിങ്ങൾക്ക് സെയിൽസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. നിങ്ങൾ നാളെ ഇത് വലിയൊരു എമൗണ്ട് ആവുകയാണ്. ഇറ്റ് ഗോസ് ഇൻ ടു സേ ക്രോർസ് ഓഫ് റവന്യൂ ദാറ്റ് യു ആർ നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങിക്കോ. ദെൻ യു ക്യാൻ പുട്ട് എ ടീം, യു ക്യാൻ പുട്ട് ഡെവലപ്പേഴ്സ് ഇൻ ഹൗസ്, യു ക്യാൻ പുട്ട് ഡെവലപ്പേഴ്സ് ഫോർ എവറി സിംഗിൾ തിങ്. പക്ഷെ വെൻ യു സ്റ്റാർട്ട് ഔട്ട് ഇറ്റ് ഡസന്റ് മാറ്റർ. ഞാൻ ഈവൻ പറയും, ഓഫ്ലൈൻ സ്റ്റോർ നിങ്ങൾ തുടങ്ങണമെങ്കിൽ നിങ്ങൾ എത്ര പൈസ ചെലവാക്കണം ഒരു ഓഫ്ലൈൻ സ്റ്റോർ തുടങ്ങണമെങ്കിൽ? അതിൻ്റെ ഒരു വെരി വെരി ലോവർ എമൗണ്ട് മതി to start an online store and you don't have a restriction of a location. ഞാൻ കണ്ടിടത്തോളം ഒരു മേജർ പ്രോബ്ലം ഷോപ്പിഫൈ എടുക്കാൻ നമ്മൾ 2% കമ്മീഷൻ കൊടുക്കണ്ടേ, 1% കമ്മീഷൻ കൊടുക്കണ്ടേ, വിച്ച് എവർ പ്ലാൻ വി ഗോ. അപ്പോൾ ഞാൻ പറയും, മോനെ ഇതൊക്കെ ബിസിനസ് ഉണ്ടെങ്കിലല്ലേ. നിങ്ങൾക്കിപ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്ക് ഓൺലൈനിൽ ആകെ ഇത്തിരി ബിസിനസ്സേ ഉള്ളൂ. അതും നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഫോർ എക്സാമ്പിൾ ഇൻ ഇന്ത്യ you are going to have 50%. 50% of people may pay if you are a trusted brand.
ഇഫ് യു ആർ നോട്ട് എ ട്രസ്റ്റഡ് ബ്രാൻഡ്, ഫോർഗെറ്റ് ഇറ്റ്. 10% ആൾക്കാരെ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുള്ളൂ. റെസ്റ്റ് എവ്രി വൺ ഈസ് ഗോയിങ് ടു ഓപ്റ്റ് ഫോർ ക്യാഷ് ഓൺ ഡെലിവറി. ഇത് ഇനി വലുതായി ലക്ഷങ്ങളോ കോടികളോ ആവോ വിചാരിച്ചോ. അപ്പൊ അത്രയും ബിസിനസ് നിങ്ങൾക്ക് ആയിട്ടുണ്ടോ? ഇനി നിങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടോ? അപ്പൊ ആലോചിക്ക്, ദെൻ യു ക്യാൻ റിക്രൂട്ട്. ഇപ്പൊ നിങ്ങൾ ഈ ഡെവലപ്പേഴ്സിനെയും IT CTOസിനെയും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇറ്റ്സ് മോർ ലൈക്ക് എ വിൻ. നമ്മൾ റവന്യൂ ഷെയർ മോഡൽ പോലെ വിൻ സിറ്റുവേഷൻ. ഓൺലി ഇഫ് ഐ ഗെറ്റ് യു ഗെറ്റ്. കറക്റ്റ്. അതിനേക്കാളും വലിയ എന്താ പറയാ മോഡൽ ഉണ്ടോ? കുറെ പൈസ കൊടുക്കുന്നതിനേക്കാളും. അതെ, കുറെ പൈസ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ട് സെയിലും ഉണ്ടാവില്ല ഒന്നും, നിങ്ങൾ ആ ഇത് ഷട്ട് ഡൗൺ ചെയ്യും. അതിനവരെ കുറച്ച് പൈസ കൊടുക്ക്, പിന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അവർക്കും കിട്ടും. ശരിയാ. അതുമല്ല, നമ്മൾ ഈ കുറെ പൈസ ചെലവാക്കിയിട്ട് സെയിൽ ഇല്ലാത്തപ്പോഴേക്ക് നമ്മളത് നടക്കാത്തപ്പോഴേക്ക് ആ ഇൻഡസ്ട്രിയോടെ നമുക്ക് ഇനി ഞാൻ താല്പര്യം പോകും. ഞാൻ ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് ഒന്നും നടന്നിട്ടില്ല, ഐ വിൽ നോട്ട് ഗോ എന്നുള്ളത്. കറക്റ്റ്. അതിനേക്കാളത്തോ ഗുഡാണ്. അതെ, യു ഡു ദിസ് വേ. ഞാൻ ഈവൺ ഈ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യാൻ കാരണം ഇതേ കോൺവെർസേഷൻ എല്ലാ പ്രാവശ്യവും എത്ര സമയം ഫോർ മൈ ടൈം, യുവർ ടൈം, ഓർ സേ ഇഫ് ഇറ്റ് ഇസ് ജെയ്സൺ ഫ്രം ബ്ലൂ സ്റ്റീക്ക്, ഓർ ഇഫ് ഇറ്റ് ഇസ് എമിൽ ഹു ഇസ് ഡൂയിങ് ഓൺ ഹിസ് ഓൺ നൗ, ഇവരൊക്കെ ഇതേ കോൺവെർസേഷൻ ഇവരെല്ലാരും ചെയ്യണം. അതിന് പകരം ഈ പോഡ്കാസ്റ്റിന്റെ ഇതങ്ങളുടെ ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. കാരണം ഈ പോഡ്കാസ്റ്റിൽ ഉണ്ടായിരിക്കണം എന്താണ് ചെയ്യേണ്ടത്, ആ പ്രോബ്ലം. അപ്പൊ എത്ര നമ്മൾ ആക്ച്വലി സേവ് ചെയ്യാൻ പോകണം. ഇഫ് ദിസ് വർക്ക്സ് ദ വേ, ഐ തിങ്ക് എല്ലാവരും സമയം സേവ് ചെയ്യാൻ പോവുക. ആക്ച്വലി വി ആർ ഗോയിങ് ടു സേവ് എ ലോട്ട് ഓഫ് ടൈം. അത് വിൽ കൺവേർട്ട് ഇൻ ടു മണി. അപ്പോൾ നമ്മൾ ഒരു ഫൗണ്ടർ ബ്രാൻഡ് ഉണ്ടാക്കി, വി സ്റ്റാർട്ടഡ് സെല്ലിങ് സം ഐറ്റംസ്, വി സ്റ്റാർട്ടഡ് എ ഷോപ്പിഫൈ സ്റ്റോർ. അതിൽ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയി, ഒരു വെബ്സൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് സെല് ചെയ്യാൻ പറ്റും. വാട്ട് നെക്സ്റ്റ്? നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ബിൽഡിംഗ് ദ ബ്രാൻഡ്, ബ്രാൻഡിങ്. ഓക്കെ, കുറെ ആൾക്കാർ ഇത് ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സംഭവം. സോഷ്യൽ മീഡിയ ഒരു സൈഡ് അങ്ങനെ പോയിക്കോട്ടെ, എനിക്ക് സെയിൽ ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ ആ സെയിൽ ഉണ്ടാകുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്. ബിക്കോസ് യു ഹാവ് എന്താ പറയുക, യു ഹാവ് മണി ടു ഇൻവെസ്റ്റ്, യു ഹാവ് ഫ്രീഡം. സോഷ്യൽ മീഡിയ SEO ആയിട്ട് സോഷ്യൽ മീഡിയ ആയിട്ട് ഇറ്റ്സ് എ ലോങ് ടേം പ്ലാൻ, റൈറ്റ്? അപ്പൊ ആ കാര്യങ്ങൾ നടക്കുക. ഈ ഒരു സൈഡ് പെർഫോമൻസിലൂടെ സെയിൽ ഉണ്ടാകും. ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ സോഷ്യൽ മീഡിയയിൽ ലീസ്റ്റ് ബോധേഡ് ആയിരിക്കും. ഓക്കെ, ദേ ആർ ഓൾവേസ് വിൽ ബി ലൈക്ക് സെയിൽ ഫോർ സ്ട്രാറ്റജി. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഇനീഷ്യൽ സെയിൽസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയന്റെ ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഭയങ്കര ആക്റ്റീവ് ആണെന്ന് ഞാൻ പറയൂല. ബട്ട് ഇറ്റ് ഹെൽപ്സ് എ ലോട്ട് ഇൻ ബ്രാൻഡിങ്, ഇറ്റ് ഹെൽപ്സ് ലോട്ട് ഇൻ ലോങ് ടേം എൻക്വയറീസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പം ഞാൻ ഇ-കോമേഴ്സ് അല്ലേ, ഇപ്പൊ നമ്മൾ അക്കാഡമി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ വരുന്ന എൻക്വയറീസ് ആണ് ഏറ്റവും ഈസി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് പെർഫോമൻസ് ഇല്ലെങ്കിലും സാറില്ല, ഇൻസ്റ്റാഗ്രാം അവിടെ ഫില്ലാക്കും. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഓൾറെഡി ഫൗണ്ടർ ബ്രാൻഡ് ഉണ്ടാക്കി. അപ്പം അതായത് ഫൗണ്ടർ ബ്രാൻഡ്, അതിന്റെ കൂടെ ഒരു ബ്രാൻഡ് നമ്മൾ ബിൽഡ് ചെയ്തു. ഓക്കെ, അപ്പം നൗ ഹൗ ഡു ഐ ടേക്ക് കെയർ ഓഫ് മൈ ബ്രാൻഡ് പേജ്? യു ആർ ടോക്കിംഗ് അബൌട്ട് ദ ബ്രാൻഡ് പേജ്, റൈറ്റ്? യെസ്. ഐ ആം നോട്ട് എ ക്രിയേറ്റീവ് ഓർ മാർക്കറ്റ്, എന്താ പറയാ, ഭയങ്കരമായ മാർക്കറ്റർ എന്നല്ല ഞാൻ, പക്ഷെ നമുക്ക് സെയിൽ ഉണ്ടാക്കാൻ അറിയാം. ഓക്കെ, അപ്പം ബ്രാൻഡ് പേജിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഫൗണ്ടർ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ യു ക്യാൻ ആക്ച്വലി ഗെറ്റ് ദോസ് ജ്യൂസ് ഇൻ ടു യുവർ ബ്രാൻഡ് പേജ്, റൈറ്റ്? കൊളാബറേഷൻ ഇതൊക്കെ ചെയ്തിട്ട് കൊളാബറേഷൻസ് ചെയ്യാം. പിന്നെ ബ്രാൻഡ് പേജിൽ കൂടുതലും ബിഹൈൻഡ് ദ സീൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ്, കസ്റ്റമേഴ്സിന് ഒരുപാട് പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് പ്രോഡക്റ്റ് സ്പെസിഫിക് ഇമേജസ് കാര്യങ്ങൾ നമുക്ക് ഫൗണ്ടർ ബ്രാൻഡിൽ കൂടുതൽ കൊടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് പീപ്പിൾ ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് യുവർ ബിഹൈൻഡ് ദ സീൻസ്, BTS. കുറെ ആൾക്കാർ ഫൗണ്ടർ ബ്രാൻഡ് ചെയ്യുമ്പോഴും മച്ച്, ഇപ്പൊ ഞങ്ങളൊക്കെ ക്ലയൻസിനോട് പറയും, അവിടുത്തെ കുറച്ച് ബിഹൈൻഡ് ദ സീൻ സ്റ്റോറീസ് ഒക്കെ അയച്ചതാ, വിൽ പുട്ട്. പീപ്പിൾ ആർ നോട്ട് റെഡി ഫോർ ഇറ്റ്, ദേ ആർ റോങ്. എന്താ വെച്ചാൽ ആൾക്കാര് അതിന്റെ പിന്നിൽ എന്ത് നടക്കാന്നറിയാൻ വേണ്ടിയിട്ടാണ് റിയൽ യു സ്റ്റോറീസ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ കൺവേർഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അതെ, ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഫീഡിലൂടെ കുറെ ഫോളോവേഴ്സിന് കൊണ്ടുവരാന്നല്ലാണ്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും കൺവേർഷൻ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റോറീസ് ആണ്. സോ യു ഹാവ് ടു സ്റ്റാർട്ട് ഡോക്യുമെന്റിങ് ഓവർ there also, your ups, your downs, everything. So people have to see you as you over there. So founder brandലൂടെ ഇത് ചെയ്യുമ്പോഴും കമ്പനി പേജിലൂടെ യു ഹാവ് ടു പുട്ട് എന്താ പറയാ, അതിനെതിരെയുള്ള FAQs, പിന്നെ പ്രോഡക്റ്റ്, പിന്നെ ഹൗ ടൂസ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ടിപ്സ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം
എന്നുള്ള കാര്യങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിലൂടെ വന്നുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ബോത്ത് സപ്പോർട്ട്സ് ഈച്ച് അതർ. ടുമോറോ മേ ബി യു മൈറ്റ് നോട്ട് ബി ടോക്കിംഗ് അബൌട്ട് ദ ലിറ്റിൽ, സപ്പോസ് യു ഹാവ് ഗ്രോൺ ടു എ വെരി ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ്, യു വിൽ ബി ടോക്കിംഗ് അബൌട്ട് ഓവർ ദി ക്ലൗഡ് തിങ്സ്, റൈറ്റ്? അന്ന് ഈ പ്രൊഡക്റ്റിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബ്രാൻഡ് പേജ് വേണം. വിൽ നോട്ട് ടേക്ക് അപ്പ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ആഗ്രഹം ലീഡർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് കുറച്ച് സംസാരിക്കുന്നുള്ളൂ. അപ്പം അവിടെ ഒരു കമ്പനി പേജിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറിച്ച് സംസാരിക്കാൻ ഉണ്ടാവണം. ബിക്കോസ് I am interested in this particular topic. Before I was interested in that topic. Now I'm interested in talking about leadership a lot because I'm a hardcore people person. Okay. So അങ്ങനെ ഉണ്ടാവുമ്പോഴേക്ക് ഒരു സൈഡ് ആ കമ്പനിനെ കുറിച്ചിട്ടും കമ്പനിന്റെ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പേജ് വേണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വെച്ചാൽ വെരി ഇമ്പോർട്ടൻറ്റ്. യു നീഡ് ടു ഹാവ് എ പേഴ്സണൽ ബ്രാൻഡിങ്. പിന്നെ അതുമല്ല, യു ആർ റണ്ണിങ് എ ലോഡ് ഓഫ് മണി ഓൺ ആഡ്സ്, റൈറ്റ്? സി ആഡ്സ്, പക്ഷെ നമ്മൾ ആഡ്സിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. വി ആർ ഗെറ്റിംഗ് ദ യെസ്. പെർഫോമൻസിലൂടെ ആഡ്സിന് റൺ ചെയ്യുമ്പോഴും ഒരു പെർസെന്റേജ് ഓഫ് ആൾക്കാർ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ടാവും. അതെ. അപ്പം ആ ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ബിക്കോസ് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സംഭവത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഇപ്പൊ നിങ്ങള് കണ്ടിട്ടുണ്ടാവും ചില റീൽസ് മില്യൺസ് വ്യൂസ് ഉണ്ടാവും. അവരുടെ പ്രൊഫൈലിൽ ആകുമ്പോൾ 1000 ഫോളോവേഴ്സ് തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യൂസ് കണ്ടിട്ട് ആൾക്കാർ പ്രൊഫൈലിൽ പോകുമ്പോൾ സിമിലർ ആയിട്ടുള്ള കോണ്ടന്റ് അവിടെ ഇല്ല. So they are not following because I'm not getting this content often. ഇത് ഒരിക്കൽ മന്ത്ലി, ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ്. അതെ. അതുപോലെ ആഡ്സിൽ ആൾക്കാർ പോകുമ്പോഴേക്ക് അതിൽ കുറച്ച് ആൾക്കാർ പേജിലേക്ക് വരും. അതെ. പേജിൽ വരുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള അവിടെ കോണ്ടന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പീപ്പിൾ വിൽ നോട്ട് ഫോളോ. ഓക്കെ. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ആ ആഡ്സിൽ കണക്ട് ചെയ്യുന്ന കുറച്ച് കോണ്ടന്റ്സ് അവിടെ എപ്പോഴും പിൻഡ് ആയിട്ടോ മുകളിൽ ഉണ്ടാവണം എന്നുള്ളത്. സോ ഇഫ് ദേ സ്റ്റാർട്ടഡ് ഫോളോയിങ്, കൺഗ്രാറ്റ്സ്. Let me try to get this straight. So now I have a personal brand, like a founder brand. Now I have a website. I parallelly also built a brand. ഹാരിസ് പറഞ്ഞ പോലെ I also have a brand page. അവിടെ എൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ചാണ് കൂടുതൽ. We have not yet started ads. Okay. Now tell me about, okay, നമുക്ക് ഇവിടെ കുറച്ച് കണ്ടന്റ് ഉണ്ട്, ഫൗണ്ടർ കുറച്ച് കണ്ടന്റ് ഉണ്ട്. Now tell me about performance marketing or ads. പേഴ്സണൽ ബ്രാൻഡിംഗ് ഉണ്ട്, ഇതിലും നമ്മൾ ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓഫ് കോഴ്സ് പേഴ്സണൽ ബ്രാൻഡിലായിരിക്കും കൂടുതൽ ട്രാഫിക്. യുവർ ഐഡിയ ഇസ് വാലിഡേറ്റ്. Okay, you have now made a website. Yes, we have some revenue. Yes, we have some revenue. Now we have to talk about scale. Okay, you can never reach scale by having a Instagram account. എത്രയോ എക്സാമ്പിൾസ് ഉണ്ട് കേരളത്തിൽ തന്നെ. ഒരുപാട് എനിക്ക് കുറെ ഇൻഫ്ലുവൻസേഴ്സ് അറിയാം. അവര് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, അവർ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു അടിപൊളിയായിട്ട്. അവരെപ്പോഴും പോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് ആ ഡ്രസ്സ് തീരും. അതെ. ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഡ്രസ്സിന്റെ സ്റ്റോക്ക് തീരും. അതെ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് അവർ അടുത്ത കണ്ടന്റ് വരുന്ന കുറെ കഴിഞ്ഞിട്ടായിരിക്കും. അതെ. അപ്പം ഈ സ്കെയിൽ അച്ചീവ് ചെയ്യാൻ പറ്റൂല. സ്കെയിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ ആഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ ഉണ്ടാവും. സോ വൺസ് വി ഹാവ് ദിസ് ട്രസ്റ്റ്, ഈ ട്രസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. യു നീഡ് ടു സ്റ്റാർട്ട് വിത്ത് പെർഫോമൻസ് മാർക്കറ്റിംഗ്. സോ ഐ എം നോട്ട് ഗോയിങ് ഇൻ ഡെപ്ത് ഓൺ വിച്ച് പ്ലാറ്റ്ഫോം യു നീഡ് ടു സ്റ്റാർട്ട്. It can be Google, it can be Facebook, it can be Instagram, TikTok. Based on your target audience, demographics, psychographics, you need to understand where your audience is hanging out mostly, and you need to start there. So ads, now you are redirecting to your website, and you have a lot of activities to do over there. പിന്നെ കൺവേർഷൻ റേറ്റ് എത്രയാണ്, കൺവേർഷൻ വരുന്നുണ്ടോ, അവിടെ ഏറ്റവും കൂടുതൽ ആഡ്സ് വരുമ്പോഴേക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിയേറ്റീവ്സ്. Okay, because you built a lot on personal branding, you already have a lot of UGCs, correct, user generated content. So that will help you a lot in ads. UGC, user generated, actually actor generated ആണ്. പക്ഷേ യു ക്യാൻ യൂസ് ആസ് UGC, നമ്മൾ പറയുന്ന UGC വീഡിയോ. അതായത് കുറച്ചും കൂടി ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു എന്താ പറയാ, ഒരു ഫൗണ്ടറിന്റെ വരുന്ന വീഡിയോ അല്ലെങ്കിൽ കസ്റ്റമറിന്റെ വരുന്ന വീഡിയോ ഒക്കെ ട്രസ്റ്റ് കുറച്ചും കൂടി കൂടുതലാണ്. വീഡിയോസിന് പിന്നെ CTRഉം ഹുക്കും കാര്യങ്ങളും കൂടുതലൊക്കെ ഇമേജിനേക്കാളും. ബിക്കോസ് our brain is automatically slowly getting wired to videos than images, because we started using a lot of reels these days. So you already have a lot of content to run ads for. You start running ads and see if there's any sales. If there's any sales, next appadum ningala profitability alla sales are important. Sales vannadinu shesham, now you have to make sure that you have enough stocks. Okay, from e-commerce ഒക്കെ ആണെങ്കിൽ it's not always important that you have a lot of 5,000 plus SKUs or 500 plus SKUs. It's important that you need to have one hero product.
അതെ. ബിക്കോസ് ഇ കൊമേഴ്സിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം സെല് ചെയ്യാൻ പറ്റൂല. ഹീറോ പ്രൊഡക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുക, ഹീറോ പ്രൊഡക്റ്റിന് മാക്സിമം സെയിൽസ് കൊണ്ടുവരാം, ബാക്കി പ്രൊഡക്റ്റ് അപ്സെൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം കുറെ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ട്, എനിക്ക് 10 പ്രോഡക്റ്റ് ചെയ്യണം, എല്ലാ പ്രോഡക്റ്റിനും വേണ്ടി 2000 ഞാൻ ഡെയിലി ആഡ് സ്പെൻഡ് തരാം, വിച്ച് ഈസ് റോങ്. You have to put Absolutely. that money, maximum amount in one particular product and try to bring sales, profitability to that particular product. Okay, I'll add something onto it. You need to have the right manufacturing partner. Yes. നിങ്ങൾക്ക് മാനുഫാക്ചറിങ് ഉണ്ടാവില്ല. സോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട സമയത്ത് സാധനം നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റണം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കസ്റ്റമർക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റണം. ഇത് മിസ് ഔട്ട് ചെയ്യുന്ന ഒരു പോയിന്റാ. ഇഫ് യു ഹാവ് എ ഫാഷൻ സ്റ്റോർ ആൻഡ് യു സ്റ്റിച്ച് ഇറ്റ് ഇൻ ഹൗസ്, you cannot achieve scale because you need a hell lot of tailors or people who stitch it to get the product out. But scale achieve ചെയ്യണമെങ്കിൽ, if you are a fashion store, you either need to have a massive manufacturing facility or you have to do contract manufacturing. അത് അവരുമായിട്ട് ശരിക്കും ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുക ആൻഡ് മേക്ക് ഷുവർ യു സിങ്ക്. കാരണം ഇനീഷ്യലി നിങ്ങളെ സെയിൽസ് കുറവായിരിക്കും, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൈസ് കൂടും. പക്ഷെ നിങ്ങൾ സെയിൽസ് കൂട്ടുന്നതനുസരിച്ച് അവരൊരു റെഡ്യൂസ്ഡ് പ്രൈസ് തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ there is a sync. Okay, so now we have ഈ സ്റ്റേജിൽ you can plug in an agency if you're not doing till now. Because this stage needs a lot of things and it's better to plug in an agency. അപ്പം ആ സമയത്ത് you have to understand which is your hero product. ഏറ്റവും കൂടുതൽ ഫങ്ഷണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾ ഹീറോ പ്രൊഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ബിക്കോസ് ഫങ്ഷണൽ പ്രോഡക്റ്റ് ഈസ് ഓൾവേസ് ഈസി ടു സെൽ ബിക്കോസ് ദർ ഇസ് എ ലോട്ട് ഓഫ് വാല്യൂ 1, value 2, value 3, value 4 and this is why you need to use. So there is a need we are creating. ഫങ്ഷണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് you start and other products you try to upsell ചെയ്യാനും ക്രോസ് സെൽ ചെയ്യാനും ഒരുപാട് ആപ്സ് ഷോപ്പിഫൈയിൽ തന്നെ ഉണ്ട്. അപ്സെല്ലും ക്രോസ് സെല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഒരു ഷർട്ട് വാങ്ങിക്കുന്നുണ്ട്. സോ വി ട്രൈ ടു ക്രോസ് സെൽ എ പാന്റ് അല്ലെ, ഷർട്ടിന്റെ കൂടെ ഒരു അപ്സെൽ എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്ത ആൾക്കാർക്ക് ഒരു സാധനം സെല് ചെയ്യുന്നതിനെയാണ് അപ്സെല്ലിങ്. ആദ്യം തന്നെ ഒരു പൈസ, അതായത് ഇപ്പം ഫസ്റ്റ് തന്നെ വാങ്ങുന്ന ആൾക്ക് ഒരു സാധനം കൂടി അതിന്റെ കൂടെ കൊടുക്കുന്നതിന് ക്രോസ് സെൽ. ഓക്കെ, ഓൾറെഡി ഉപയോഗിച്ച ആൾക്കാർക്ക് ഒരു പ്രൊഡക്റ്റ് കൂടി കൊടുക്കുന്നതിനെയാണ് അപ്സെല്ലിങ്. എനിക്ക് മനസ്സിലായി. അപ്സെൽ ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് പറയാം. 100 ml മോയ്സ്ചറൈസർ വാങ്ങിക്കുന്നവന് 200 ml അപ്സെൽ ചെയ്യാം. എനിക്ക് ആദ്യം അത് കിട്ടി. അതാണ് വേറൊരു പ്രൊഡക്റ്റ് കൂടി അതിന്റെ കൂടെ ചെയ്യുമ്പോഴേക്കും അത് ക്രോസ് സെല്ലായി. അപ്പം ഈ അപ്സെല്ലിംഗ് ക്രോസ് സെല്ലിംഗ് ഇത് ഉപയോഗിച്ചിട്ട് മാർക്കറ്റിംഗ്, അതിന് ഒരുപാട് ആപ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. യു നീഡ് നോട്ട് വറി അറ്റ് ഓൾ. അത് ഉപയോഗിച്ചിട്ട് യു ട്രൈ ടു ഇൻക്രീസ് യുവർ ആവറേജ് ഓർഡർ വാല്യൂ. You need to be very sure that if you only have average order value of minimum of let's say 600 plus, comfortably you can scale in India. Comfortably. അതിനും എത്ര കൂട്ടാൻ പറ്റും കൂട്ടണം. ചെറിയ ആവറേജ് ഓർഡർ വാല്യൂ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ you need to have a little bit of fund to create their community and everything. So average order value കൂടുന്നുണ്ടെങ്കിൽ you can comfortably നിങ്ങൾക്ക് അത് പ്രോഫിറ്റബിൾ ആക്കാനുള്ള ഇതുണ്ട്. റൈറ്റ്. അതായത് ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടം ആകൂടി ഇങ്ങനെ കൂടാൻ പോണത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആണ്. റെസ്റ്റ് എവറിത്തിങ് ഇസ് ഓൾമോസ്റ്റ് സിമിലർ, ബാക്കിയുള്ള കോസ്റ്റുകളൊക്കെ. സോ ദ മോർ സേ ഒരു 10% നിങ്ങൾ ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടാണ്, നിങ്ങൾ ആക്ച്വലി നിങ്ങളെ പ്രോഫിറ്റ്സ് വിൽ ഇൻക്രീസ് ബൈ 60%. ഐ ഹാവ് എ ഹോൾ ലിങ്ക്ഡ്ഇൻ പോസ്റ്റ് ഓൺ ദാറ്റ്. അപ്പം അത് പെർഫോമൻസ് മാർക്കറ്റിംഗും CRO ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നോക്കാം എന്തൊക്കെയാണ് എനിക്ക് ഇതിന്റെ കൂടെ സെല് ചെയ്യാൻ പറ്റുക. പാറ്റേൺസ് നോക്കാം, ആൾക്കാർ വേറെ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഹിസ്റ്ററി വാങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആഡ് ടു കാർട്ടിൽ ഇട്ടിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് യു ക്യാൻ ഡു ദാറ്റ്. So once you start getting some sales now, then it's time to increase your stocks. Because you know right now ഈ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് പെർ അക്വിസിഷൻ കംസ് എനിവേർ ദിസ് ടു ദിസ് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ബണ്ടിൽ ചെയ്യാൻ പറ്റും ഒരുപാട്. ഇപ്പം ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. 3 ജോഗേഴ്സ് ഒരുമിച്ച് കൊടുക്കുക, ബണ്ടിൽ ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട്. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം പ്രൊഡക്ട്സ് ആണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാകേണ്ടതാണ് കോസ്റ്റ് പെർ അക്വിസിഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് പെർ അക്വിസിഷൻ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു 200+ എങ്ങനെയും. അപ്പൊ 200 പ്രൈസ് പെയ്ഡ് ആഡ്സ്. പക്ഷെ വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് ഐ ഹാവ് എ ഡിഫറെന്റ് തിയറി ടു ദാറ്റ്. ഫൗണ്ടർ ബ്രാൻഡിങ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്ന പോലെ CPA വിൽ കം ഡൗൺ. എക്സാക്ട്ലി. അപ്പം
ഇവിടൊക്കെയാണ് നമ്മളെ പേഴ്സണൽ ബ്രാൻഡിങ് ഏറ്റവും നിങ്ങളെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ കോസ്റ്റ് പെർ അക്വിസിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഫൗണ്ടർ ബ്രാൻഡിങ് ഒരു ഫോർ ഷാർക്ക് ടാങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ അവയർനെസ് ക്രിയേറ്റ് ആവുന്നുണ്ട്, ട്രസ്റ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് ആഡ്സ് ഫേസ്ബുക്കിന് കൊടുക്കണ്ടേ, യു ഡു പേഴ്സണൽ ബ്രാൻഡിങ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഐ ജസ്റ്റ് ആഡ് ടു ഇറ്റ്. ഓക്കെ, പിന്നെ ആദിൽ ഖാദ്രി, he was already a personal brand. The moment he came to Shark Tank, entire thing changed. He was unprofitable. He just got sales out of the blue. പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിച്ചു? He has a platform. He has a brand already built. He just wanted reach. So he went to Shark Tank, which has a lot of awareness. ഇന്ന് നമുക്കറിയാം, അതിന്റെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. സോ ഈ കാക്ക് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ഇന്ന് ഒരുപാട് ആൾക്കാർ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന തന്നെ, ചില ബിസിനസ് ഒരു സ്റ്റേജിലേക്ക് എത്തിയതിനു ശേഷം ബിൽഡ് ചെയ്യുന്ന തന്നെ കാക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ. ഇത് ഉള്ളിന്റെ വിലയൊക്കെ പോലെയാണ്, ഇത് കൂടിക്കൊണ്ടിരിക്കും. ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ള രീതിയിൽ ഇത് ഏത് പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും once they understand that you are spending more, they are going to increase their cost per acquisition. അതായത് ട്രാഫിക് പണ്ട് ഒന്നിട്ടിട്ട് നിങ്ങൾക്ക് 10 കിട്ടിയ സ്ഥലത്ത് 1.5 ഫേസ്ബുക്ക് പോലത്തെ പ്ലാറ്റ്ഫോമുകൾ തരുള്ളൂ. അപ്പം അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആവുന്ന ഒരു 10 പ്രൊഡക്റ്റ് ആഡ്സിലൂടെ വരുമ്പോൾ ഒരു 2 പ്രൊഡക്റ്റ് നമ്മൾ പേഴ്സണൽ ബ്രാൻഡിലൂടെ പോകുന്നെങ്കിൽ ഹോൾ ഫണ്ട് ഇടുന്നതും വരുന്നതും അവിടെ ബാലൻസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിനോടോ ഫണ്ട് ഇവരൊക്കെ കാണുന്ന ഇവര് എത്ര പൈസ അതിൽ ഇടുന്നതല്ല, ഞാൻ എത്ര ഇടുന്നു എത്ര വരുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ദിസ് വിൽ ഹെൽപ്പ് എ ലോട്ട്. സോ ഞാൻ ഇതുവരെ മനസ്സിലാക്കിയെടുത്തോളം പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു, ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, പെർഫോമൻസ് മാർക്കറ്റിംഗ് തുടങ്ങി. പെർഫോമൻസ് മാർക്കറ്റിംഗ് നമ്മൾ CAC കണ്ടുപിടിച്ചു, കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കണ്ടുപിടിച്ചു. അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഈ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് അബ്സോർബറ്റ്ലി കയറും. ഓക്കെ, നൗ വാട്ട് എൽസ് ടു ഡു? യുനോ there's a graph. നമ്മൾ ഓരോ സ്റ്റേജിൽ പറഞ്ഞ കാര്യങ്ങളും ആ സമയത്ത് ഇതിന്റെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിന് നമ്മൾ കണ്ടുകൊണ്ട് നമ്മളത് കുറയ്ക്കാൻ വേണ്ടി വേറൊരു സാധനം കൂടി അതിന്റെ കൂടെ ചെയ്തു. പ്ലാൻ ബി, പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തു. പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തുകൊണ്ട് നമ്മൾ എൻക്വയറീസ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. എൻക്വയറീസ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇത് സ്കെയിൽ വരും. അപ്പം വി സ്റ്റാർട്ടഡ് പ്രിപ്പയറിംഗ് ഫോർ വെബ്സൈറ്റ്, സ്റ്റോക്സും വെബ്സൈറ്റ്സും കാര്യങ്ങൾ. വെബ്സൈറ്റ്സിൽ നമ്മൾ ഓർഡേഴ്സ് സ്ലോലി ജനറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ടൈം വി സ്റ്റാർട്ടഡ് പ്രിപ്പയറിംഗ് ഫോർ പെയ്ഡ് ആഡ്സ്. പെയ്ഡ് ആഡ്സ് പെർഫോമൻസ് നമ്മൾ പീക്ക് ആവുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു, ബ്രാൻഡ് പേജും പേഴ്സണൽ ബ്രാൻഡിങ് ഒന്നുകൂടി അപ്പ് ചെയ്യാൻ നോക്കിയ കാക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നൗ വി ഹാവ് എ പേഴ്സണൽ ബ്രാൻഡ്, വി ഹാവ് എ ബ്രാൻഡ് പേജ്, വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ പെർഫോമൻസ് മാർക്കറ്റിംഗ്, വി ഹാവ് ഐഡന്റിഫൈ ദ പ്രോഫിറ്റബിലിറ്റി. പക്ഷെ പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ കോസ്റ്റ് അത് അങ്ങനെ തന്നെ ഉണ്ട്, ഇൻക്രീസ് ആയിക്കൊണ്ട് പോവാണ്. അതെ. നൗ ദ നെക്സ്റ്റ് ഗോൾ ഈസ് ഹൗ ഡു വി റെഡ്യൂസ് ദിസ് ഇൻ ഫ്യൂച്ചർ. അതെ. This is what we need to think about when we are doing all of this. When we are doing good. Okay. നാളെ ഒരു വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും, ഇതൊക്കെ കൂടുമ്പോഴേക്ക് എങ്ങനെ വി ക്യാൻ ബി പ്രിപ്പയർഡ്. There comes SEO. Because നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, നമ്മൾ ഗൂഗിളിന് ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിന് ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട്, ഫേസ്ബുക്കിന് ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട്, ഇവർക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്. വി ആർ ഡൂയിങ് ഇൻ ഫുൾ ഫ്ലഡ്ജ്. You are investing a lot of money today because you have to lessen down that tomorrow. Right? Correct. So in order to in order to achieve that particular goal, you need to start focusing on SEO, because SEO is a time taking process, just like brand building. അതെ. ആ ടൈം ടേക്കിംഗ് പ്രോസസ്സ് നിങ്ങൾ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാലേ ആ സമയത്ത് എത്താൻ പറ്റും. ഒരു മിനിമം ഒരു 6 മാസം. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ട്രാഫിക്, SEOനെയും നിങ്ങൾക്ക് ROI ആക്ടിവിറ്റി ആക്കണം. SEO എന്ന് വെച്ചാൽ വെറുതെ ട്രാഫിക് കുറെ കൊണ്ടുവരാൻ, കീവേഡ് റാങ്ക് ചെയ്യാന്നുള്ള അതിലൊക്കെ സെയിൽസ് വരുന്ന ആക്ടിവിറ്റിയാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഇപ്പൊ ലെറ്റ്സ് സേ യു ആർ സ്പെൻഡിങ് SEO ഒരു 60,000 80,000 SEO ആക്ടിവിറ്റിക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യാം. ഈ 80,000 സ്പെൻഡ് ചെയ്യുമ്പോഴേക്ക് എത്ര സെയിൽ നിങ്ങൾക്ക് വരണം? ലെറ്റ്സ് സേ 10 സെയിൽ, 15 സെയിൽ, 20 സെയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഏജൻസിക്ക് കൊടുക്കുന്ന ഫണ്ട് അവിടെ ഇതാവും, തിരിച്ചു കിട്ടി. അപ്പൊ നിങ്ങളെ ഗോള് ഈ 80,000 തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കീവേഡ് എനിക്ക് റാങ്ക് ആവണം, എത്ര ട്രാഫിക് വരണം, ഈ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഇനീഷ്യലി ഫസ്റ്റ് 1 year 1.5 year ചെയ്തു കഴിഞ്ഞാൽ, ലെറ്റ്സ് സപ്പോസ് നൗ യു ആർ നോട്ട് പേയിങ് ഫോർ എൻ ഏജൻസി ഫോർ ടു ഡു SEO, യു ആർ ഇൻവെസ്റ്റിംഗ്.
ബിക്കോസ് ദിസ് പ്രോബ്ലം സോൾവ്. നമുക്ക് 1-2 ക്ലയൻസ് ഉണ്ട്, അവർക്കൊക്കെ മന്ത്ലി 70-80 ലീഡ്സ് വരും, ഹൈ വാല്യൂ. ബോസ്ക്യൂ ഒക്കെ അവർക്കൊക്കെ നല്ല ലീഡ്സ് വരുന്നുണ്ട് ചെയർ കമ്പനിയിൽ. അവർക്ക് നമ്മൾ തരുന്നതിന്റെ അത് ROI ആക്ടിവിറ്റി ആയിട്ട് മാറി. കറക്റ്റ്. നൗ ദേ വിൽ നെവർ തിങ്ക് ചിന്തിക്കൂല, ഇത് മുമ്പോട്ടല്ലാണ്ട് ബാക്കോട്ട് ചിന്തിക്കുന്നില്ല. സോ SEO ആക്ടിവിറ്റി നിങ്ങൾ ROI ആക്ടിവിറ്റി ആയിട്ട് ചിന്തിക്കണം. അപ്പം നിങ്ങൾ എന്തായി ഒരു 1.5 കൊല്ലമാകുമ്പോൾ നിങ്ങൾ ആഡ് സ്പെൻഡും നന്നായിട്ട് കൂടുന്നുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടാവും. Now the word is leverage. When you are peak, you have to think about, do you have leverage? ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവം, നമ്മൾ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമായിട്ടുള്ളൂ. നമുക്ക് ഇന്ന് 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഏകദേശം 300 വീഡിയോസ് ഉണ്ട്. വി പോസ്റ്റ് അറൌണ്ട് 3 to 4 വീഡിയോസ് എവറി ഡേ ഇൻ യൂട്യൂബ്. Now നമ്മളെക്കാളും 3, 4, 5 കൊല്ലം അക്കാഡമി സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ 1 കൊല്ലത്തില് ഇൻ ടേംസ് ഓഫ് വീഡിയോ സൈസ് നമ്മൾ അവരെ കോമ്പീറ്റ് ചെയ്തു. ഇനി ദ പോയിന്റ് ഇസ്, നാളെ നന്നായിട്ട് ഫണ്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് 1,000 rupees 10,000 rupees ആണ് ആഡ്സിലെങ്കിൽ, അവർക്ക് day 1 മുതൽ 20,000 സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് അവിടെ ആഡ്സിൽ ഒരു ലെവറേജും ഇല്ല. ഇഫ് എ പേഴ്സൺ ഹു ഹാസ് ഇനഫ് ഫണ്ട്സ് കം ഇൻ ടു ഇൻഡസ്ട്രി, ദേ ക്യാൻ ബീറ്റ് us from the day 1. But they can never beat us in SEO. They can never beat us in number of videos we have done. ഒരു ദിവസം 100 വീഡിയോസ് ആക്ച്വലി contribute towards SEO. ഓക്കെ, ഈ 100 വീഡിയോസ് ഒരു ദിവസം ചെയ്യാൻ പറഞ്ഞാൽ പറ്റൂല. Now this is called leverage. Now when you are doing good, the question is, are you also working towards your leverage when there is too many competitors coming into your area? ഈ ലെവറേജ് പറഞ്ഞ വേർഡ് ഞാൻ കേട്ടത് സൂട്ട്സ് പറഞ്ഞൊരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ, വണ്ടർഫുൾ സീരീസ്. അതായത് എന്താണ് ലെവറേജ്, അതായത് വെൻ യു ഹാവ് മച്ച് മോർ സേ ഓവർ അതേഴ്സ്. അതായത് അതാണ് ആ ഒരു പോയിന്റിൽ യു ഡിഫൈൻ, ഐ ആം ദിസ്, ഐ ഹാവ് ടു ഡു ഓൺലി ദിസ് ടു ഗെറ്റ് ദാറ്റ് പേഴ്സൺ ഇൻ. So performance marketing is not a leverage. Anybody can start from the day 1 and they can spend 10x more than what you spend. Followers, your leverage. Engagements, your leverage. Community, your biggest leverage. Massive leverage. Your personal branding, massive leverage. SEO, leverage. Number of videos in your YouTube channel, subscribers, leverage. So you have to have this thing in your mind. This is the end. I mean, ഈ പോഡ്കാസ്റ്റിന്റെ ബോംബ് തിങ് വാല്യൂ എന്ന് പറയുന്നത്, നിങ്ങളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, നാളെ ഒരു കോമ്പറ്റീറ്റർ വന്നു കഴിഞ്ഞാൽ അവരെ മുമ്പിൽ പിടിച്ചെടുക്കാൻ എന്ത് ലെവറേജ് ആണ് ഞാൻ day 1 മുതൽ വർക്ക് ചെയ്യേണ്ടത്. കമ്മ്യൂണിറ്റിനേക്കാളും വലിയ ലെവറേജ് ലോകത്തില്ല. അപ്പം you have to work towards building the community. SEO, YouTube videos, YouTube channel, Instagram, personal brand, ഇതൊക്കെ leverage ആണ്. And it will take some 3 years. This is only comes with the time. സോ നാളെ ഒരു 2 year കഴിഞ്ഞിട്ട് ഒരു ഏജൻസിക്ക് ഒരിക്കലും, അല്ല ഒരു ടീമിന് ഒരിക്കലും ഈ 3 years കൊണ്ട് നമ്മൾ ലെവറേജിനെ ബീറ്റ് ചെയ്യാൻ പറ്റൂല. സോ ദാറ്റ് ഈസ് വൈ കീപ് ഇംപ്രൂവിംഗ് ദാറ്റ് ടു. എക്സാക്ട്ലി. ഇപ്പൊ നമ്മൾ ഡെയിലി 3-4 വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ 5 വീഡിയോ ചെയ്യുന്നുണ്ടാവും. അവർക്ക് പെട്ടെന്ന് വന്ന് ഒരു 10 വീഡിയോ ചെയ്യും. ദാറ്റ്സ് ഇറ്റ് ലിറ്റിൽ ഡിഫിക്കൽട്ട്. പക്ഷെ സ്പെൻഡ് ചെയ്യാൻ വെച്ചാൽ പറ്റും, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പറ്റും. അപ്പം ആ ലെവറേജിന്റെ മുകളിൽ എപ്പോഴും നിങ്ങളെ നല്ല കാലത്ത് നിങ്ങൾ വർക്ക് ചെയ്തു, ബിക്കോസ് ദാറ്റ് ഓൺലി കംസ് ഇൻ ദ ടൈം. വർക്ക് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഇൻ, എന്താ പറയാ, ഓരോ കാലത്തും നിങ്ങൾ വാല്യൂ എഡിഷൻ, അതായത് എന്താ പറയാ, റെലവെന്റ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ യുവർ റെലവൻസി വിൽ ഗോ ഔട്ട്. എന്താ പറയാ, ഓരോ ടൈമിനും യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ബിക്കോസ് യു ആർ നൗ ഓൺലി ഡിപ്പെൻഡ് ഓൺ പെയ്ഡ് ആഡ്സ്. ടുമോറോ ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ക്യാൻ ആർക്കും ഉണ്ടാക്കാം. നാളെ അവരിൽ നിങ്ങളെക്കാളും 10x പൈസ ഉണ്ട്. യു ആർ നോവെയർ. You don't have a social media following. You don't have a personal brand. You have not worked in SEO. You don't have a YouTube account. What will you do? അതായത് പലർക്കും ഇത് പറ്റിയിട്ടുണ്ട്. കാരണം തുടങ്ങിയ സമയത്ത് ഫേസ്ബുക്ക് ആഡ്സ് അല്ലെങ്കിൽ ആഡ്സ് മാനേജർ ശരിക്കും റിസൾട്ട് കൊടുക്കാൻ സമയത്ത് തുടങ്ങിയത് അവർ ആകെ കൂടി അതുമേൽ മാത്രം ഫോക്കസ് ചെയ്ത് പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. പക്ഷെ ദ മൊമെന്റ് എവ്രിബഡി അണ്ടർസ്റ്റുഡ് ഇറ്റ്, they lost that leverage. leverage പോയി. അതെ. അപ്പം ഞാൻ എപ്പോഴും പറയും, you should have a long term strategy, you should have a short term strategy. Performance marketing is just a short term strategy. Rest everything, the SEO you do, the personal brand you do, the branding you do, whatever exercise you do, it's a long term strategy. ഷോർട്ട് ടേമിൽ മാത്രം ഫോക്കസ് ചെയ്താൽ അപ്പം ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ലോങ് ടേമിൽ യു വിൽ ഹാവ് എ പ്രോബ്ലം. സോ
ഈ ഷോയില് നമ്മൾ പ്രിറ്റി മച്ച് ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ എങ്ങനെ തുടങ്ങാം, എങ്ങനെ അത് സ്കെയിൽ ചെയ്യാം, എങ്ങനെ അത് പ്രോഫിറ്റബിൾ ആക്കാം എന്നൊക്കെ കണ്ടു. നമ്മൾ ഫോക്കസ് ചെയ്തത് ഒരു പുതിയ ഇ കൊമേഴ്സ് സ്റ്റോർ ഓണ്ടർപ്രീണർ ദാറ്റ് ഡസൻറ്റ് ഹാവ് എ ലോട്ട് ഓഫ് ഫണ്ട്സ്. ഇനി ഫണ്ട് ഇല്ല ഒരു ഓണ്ടർപ്രീണർ ആണോ വിച്ച് ഓൾറെഡി ഹാവ് എ ബ്രാൻഡ്. You can actually, you don't have to wait 3 years. You can actually do it in the first year or maybe in the first 6 months itself. So you can look into that. അതിന് ഇനി വേറൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. സോ താങ്ക് യു ഹാരിസ്, അടിപൊളി കോൺവെർസേഷൻ ആയിരുന്നു. Although I know a lot of things which you said, it is actually very interesting to hear it from you itself. So again, thank you for coming to this show. I hope this particular episode solves a problem for every single agency മലയാളികൾ. കാരണം നമ്മൾ മലയാളത്തിലാണല്ലോ ഷോ ചെയ്തത്. എല്ലാ മലയാളി ഡിജിറ്റൽ ഏജൻസീസിനും ആ പിച്ചിങ് പ്രോബ്ലം ഈ വീഡിയോ അയച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവാൻ പാടുള്ളൂ ആ ക്ലയന്റിന്, സോ ദാറ്റ് ദേ അണ്ടർസ്റ്റാൻഡ് ഹൗ ദിസ് വർക്ക്സ് ഔട്ട്. താങ്ക് യു. We see again